ഹലോ എവരിവൺ. അപ്പോൾ നമ്മള് ഹലോ എവരിവൺ. അപ്പോൾ നമ്മള് നമ്മുടെ ക്രിയേറ്റീവ് റൈറ്റിംഗില് പുതിയൊരു ഘട്ടത്തിലേക്കാണ് വന്നത്. ചാപ്റ്റർ 10 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. TV എന്നതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ ഹെഡിങ്. അപ്പോൾ TVയിൽ എങ്ങനെയാണ് നമുക്ക് ക്രിയേറ്റീവ് റൈറ്റിംഗ് കൊണ്ടുവരാൻ സാധിക്കുന്നത്, അതുപോലെ തന്നെ TVയിലെ ആഡുകൾ, കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് വളരെ ക്രിയാത്മകമായിട്ട് ഉള്ളത് എന്നൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ TV എന്ന് പറയുന്നത് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു പർപ്പസും കൂടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് TV എന്ന് പറയുന്ന സാങ്കേതികത നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ന്യൂസ് ഒക്കെ കാണുവാനും അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ കഴിവുകൾ അല്ലെങ്കിൽ അറിവുകൾ വർദ്ധിപ്പിക്കാനും ഒക്കെ TV ഒരു പ്രധാന മാധ്യമമായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ മഴക്കാലത്ത് മഞ്ഞപ്പിത്തം, അതുപോലെ തന്നെയുള്ള എലിപ്പനി തുടങ്ങിയ ഒരുപാട് രോഗങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു കാലാവസ്ഥയാണ് അല്ലെ. അപ്പോൾ ആ ഒരു കാലാവസ്ഥയ്ക്കെതിരെ നിന്ന് പ്രവർത്തിക്കാനും അതിന് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കാനും നമ്മൾ TVയെ ആശ്രയിക്കാറുണ്ട്. TV വഴി ഒരുപാട് ആഡുകൾ, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കൊതുകിനെ എങ്ങനെ തുരത്താം, അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം ഉണ്ടാവാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ എങ്ങനെ സ്വീകരിക്കാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം TV വഴി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പല പല ഭാഷകൾ പഠിക്കാനും പല പല രാജ്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെ TV ഒരു പ്രവർത്തന മാധ്യമമായിട്ട് നമ്മുടെ മുൻപിൽ നിലനിൽക്കാറുണ്ട്. അപ്പൊ TV ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റില് വൺ ഓഫ് ദ പ്രൈമറി ഗോൾസ് ഓഫ് ബ്രിങ്ങിങ് ടെലിവിഷൻ ടു ഇന്ത്യ വാസ് ടു പ്രൊമോട്ട് എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിംഗ്. അപ്പോൾ ഇന്ത്യയിൽ ടെലിവിഷൻ കൊണ്ടുവന്നത് പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണെന്ന് ഇവിടെ നമുക്ക് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓരോരോ പ്രവർത്തനങ്ങൾക്കും ഈ ഒരു TV ഒരു പ്രധാന മാർഗമായിട്ടുണ്ട്. നമുക്ക് ചില അവബോധ ക്ലാസ്സുകൾക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ പോലും TV നമ്മൾ വ്യാപകമായിട്ട് ഉപയോഗിക്കാറുണ്ട്. The plan was to broadcast educational and awareness programs for farmers, villages, and urban poor, with the focus of special groups such as youth, women, and physically disabled and the elderly. പല ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസും നമ്മൾ കണ്ടിട്ടുണ്ടാവാം. ഒന്നെങ്കിൽ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. നമ്മൾ ചില കുട്ടികളെ കുറിച്ച് നമ്മൾ ആ TV ഓൺ ആക്കുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള പരിപാടി, അതുപോലെ തന്നെ മുതിർന്നവർക്ക് വേണ്ടിയുള്ള പരിപാടികൾ, അതുപോലെ സ്ത്രീകളുടെ ആരോഗ്യത്തെ സംബന്ധിച്ചുള്ള പരിപാടികൾ തുടങ്ങിയ ഒരുപാട് പദ്ധതികളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അപ്പൊ നമ്മുടെ പേജ് എന്ന് പറയുന്നത്, TV എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റില് ഞാൻ എടുക്കുന്നത് നമ്മുടെ എന്റെ ബുക്കിൽ 85 ആണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏത് ടെക്സ്റ്റ് ആണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഷോർട്ട് ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, എന്റെ നോട്ട് ഉപയോഗിച്ചാണ് കേട്ടോ ക്ലാസ്സിൽ കാര്യങ്ങൾ പറയാം. അപ്പൊ TV എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ സിസ്റ്റം അനുസരിച്ചാണെന്നാണ് നമ്മൾ പറയാം. എഡ്യൂക്കേഷൻ നമ്മൾ കൊടുക്കുന്ന എഡ്യൂക്കേഷന് നമ്മളെ സഹായകമാക്കുന്ന ഒരു കാര്യമാണ് TV എന്ന് പറയാം. അപ്പൊ നമ്മൾ പഠിക്കുന്നത് TV എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. ചാപ്റ്റർ 10 ആണ് കേട്ടോ, ക്രിയേറ്റീവ് റൈറ്റിംഗിന്റെ ചാപ്റ്റർ 10. അപ്പോൾ TV എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റമായിട്ടും അതുപോലെ തന്നെ ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു കാര്യമായിട്ടും അതുപോലെ തന്നെ എന്റർടൈൻമെന്റ് സിസ്റ്റമായിട്ടും നമ്മൾ കാണാറുണ്ട്. TV എന്റർടൈൻമെന്റ് ആവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിലുള്ള ചില ചിത്ര പരിപാടികൾ അല്ലെങ്കിൽ ചലച്ചിത്രങ്ങൾ നമ്മൾ കാണാറുണ്ട്, മൂവീസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിലുള്ള പാട്ടുകളൊക്കെ ഈ TV വഴി കേൾക്കാറുണ്ട്. അതുപോലെ ന്യൂസ്, ഇൻഫർമേഷൻ എന്ന രീതിയിൽ നമുക്ക് ന്യൂസ് കാണാം. ന്യൂസിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളെല്ലാം നമുക്ക് ഈ ഒരു നമ്മുടെ സമൂഹത്തെ കുറിച്ചുള്ള ഒരു അവബോധം നമുക്ക് നൽകുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ TV എന്ന് പറയുന്ന ഇൻഫർമേഷൻ നൽകുന്ന ഒരു സാങ്കേതികതയാണ്. അതുപോലെ തന്നെ TV ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിട്ട് നമുക്ക് ഉപയോഗിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ നമ്മളൊന്ന് ഓർത്തിരിക്കുക. TV എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നമ്മൾ ക്രിയേറ്റീവ് റൈറ്റിംഗിന് വേണ്ടി TV ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും അത് 3 തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഒന്നെന്ന് പറയുന്നത് TV എന്ന് പറയുന്നത് എന്റർടൈൻമെന്റ് നമുക്ക് ഉപയോഗിക്കാം. രണ്ടെന്ന് പറയുന്നത് TV എന്ന് പറയുന്നത് ഇൻഫർമേഷന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം, ന്യൂസിനൊക്കെ വേണ്ടിയിട്ട്. അതുപോലെ അവബോധ പരിപാടികൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ TV ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ TV എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഓരോ ഭാഷകൾ പഠിക്കാൻ വേണ്ടിയിട്ടും ഓരോ രാജ്യങ്ങളെ കുറിച്ചും അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഒക്കെ പഠിക്കാൻ വേണ്ടി നമുക്ക് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമായിട്ട് നമുക്ക് വേണമെങ്കിൽ TV ഉപയോഗിക്കാം. നമ്മുടെ ആ ഒരു കൊറോണ കാലഘട്ടത്തിലെ വിക്ടേഴ്സ് ചാനൽ എന്നൊക്കെ പറയുന്ന ചാനൽ വരെ നമ്മുടെ TV-യിലൂടെ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി അങ്ങനെ ഒരു ചാനൽ ഉണ്ടാക്കാനും TV-യിലൂടെ അത് സംപ്രേഷണം ചെയ്യാനും ഒരുപാട് കുട്ടികൾക്ക് ആ ഒരു ക്ലാസ് മിസ് ചെയ്യാതെ നല്ല രീതിയിൽ ആ ക്ലാസ്സുകൾ കണ്ട് അവർക്ക് പഠിക്കാനൊക്കെ TV സഹായകരമായി. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ TV നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്ന ഒരു പ്രധാന സാങ്കേതികത തന്നെയാണ്, അല്ലെങ്കിൽ ഒരു കണ്ടുപിടുത്തം തന്നെയാണ്.
ഓക്കെ, ഇനി ഫോർമാറ്റ്സ് ഫോർ TV സ്ക്രിപ്റ്റ്സ് ആണ്. നമ്മൾ പറഞ്ഞത് ക്രിയേറ്റീവ് റൈറ്റിംഗിനെ കുറിച്ചാണല്ലോ. അപ്പൊ ഈ ഒരു ക്രിയേറ്റീവ് റൈറ്റിംഗ് ടിവിയിൽ എങ്ങനെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ പരിപാടികളും ടിവിയിൽ വരുന്നത് ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗിന് അനുസരിച്ചാണ്. അപ്പൊ നമ്മൾ ചില പരിപാടികളൊക്കെ കാണുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവാം, ഇത് സ്ക്രിപ്റ്റിൽ ഇല്ലല്ലോ, നീ സ്ക്രിപ്റ്റ് അനുസരിച്ചല്ലേ പരിപാടി അവതരിപ്പിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവാം. അപ്പം ഓരോ പരിപാടികളും അവർ വായി തോന്നിയ പോലെ അല്ല അവർ പറയുന്നത്. ഓരോ കൃത്യമായിട്ടുള്ള സ്ക്രിപ്റ്റും കാര്യങ്ങളും ഉണ്ടാവാം. അതുപോലെ തന്നെ എന്തെങ്കിലും റിയാലിറ്റി ഷോ ആണെങ്കിൽ പോലും അവര് പറയേണ്ട ഡയലോഗുകൾ, അതുപോലെ തന്നെ ആരെയൊക്കെ ഏത് സമയം ഇൻട്രൊഡ്യൂസ് ചെയ്യണം, എത്ര സമയം ആ ഒരു പരിപാടിക്ക് കൊടുക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് അവിടെ ഉണ്ടാവും. അതുപോലെ ഏത് ആംഗിളിലാണ് ക്യാമറ വെക്കേണ്ടത്, ഏതൊക്കെ പോർഷൻസ് ആണ്, ഏതൊക്കെ ആളുകളെയാണ് നമ്മൾ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ആ സ്ക്രിപ്റ്റിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഫോർമാറ്റ്സ് ഫോർ TV സ്ക്രിപ്റ്റ്സിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. A TV script can be written in many different formats. One of the most commonly used format is given below. അപ്പോൾ TV സ്ക്രിപ്റ്റിന് എഴുതുന്ന ഫോർമാറ്റുകൾ പല വിധത്തിലുണ്ട്. നമുക്ക് വേണമെങ്കിൽ പല രീതിയിലുള്ള സ്ക്രിപ്റ്റുകൾ എഴുതാൻ പറ്റും. പക്ഷേ നമുക്ക് ഫോർമാറ്റ് എപ്പോഴും കൂടുതലായിട്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫോർമാറ്റ് ഇവിടെ പറയുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് അതിന്റെ നറേഷൻ ഉണ്ടാവും. നറേഷൻ എന്ന് പറയുന്ന ഡയലോഗുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആഡാണെന്ന് വിചാരിക്കുക, ടിവിയിൽ ഒരു ആഡാണെന്ന് വിചാരിക്കുക. നമുക്കിപ്പോ സന്തൂർ സോപ്പിനെ കുറിച്ചൊക്കെ ഒരു പരസ്യമുണ്ട് അല്ലെ, സന്തൂർ മമ്മി എന്നൊക്കെ പറഞ്ഞ ഒരു പെൺകുട്ടി ഓടി വന്ന് അമ്മേനെ കെട്ടിപ്പിടിക്കുന്നൊക്കെ. അപ്പൊ ആ ഒരു മൂവി, ആ ഒരു ആഡിന്റെ നറേഷൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെ കാണും? നമ്മളൊരു ആ ഒരു പെൺകുട്ടി ഓടി വരിക, അമ്മയെന്ന് വിളിക്കുന്നു, അതൊരു നറേഷൻ ആണ്. അതുപോലെ തന്നെ ആ പെൺകുട്ടി ഒരു ബാസ്കറ്റ് ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നു, ആ ബാസ്കറ്റ് ബോൾ കളിക്കുമ്പോൾ അവളെ എല്ലാവരും നോക്കുന്നു, അങ്ങനെയുള്ള രീതിയിൽ നറേഷൻസ് നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ വിഷ്വൽസ് എങ്ങനെയായിരിക്കണം എന്ന്, അപ്പൊ ആ കുട്ടി ഓടി വരുന്നതിന്റെയും അതുപോലെ തന്നെ ആ കുട്ടി കളിക്കുന്നതിന്റെയും പെൺകുട്ടി കളിക്കുന്നതിന്റെയും ഒക്കെ വിഷ്വൽസ് നമുക്ക് വേണമെങ്കിൽ അവിടെ കൊടുക്കാം. അതുപോലെ തന്നെ സൗണ്ട്, ഇപ്പൊ പന്ത് തട്ടുന്നതിന്റെ സൗണ്ട്, അതുപോലെ തന്നെ ആളുകൾ സംസാരിക്കുന്നതിന്റെ ഒരു കലപില ശബ്ദം, ഒരു ഓഡിറ്റോറിയത്തിലൊക്കെ ആണെങ്കിൽ ആ ഒരു കലപില ശബ്ദമൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ശബ്ദവും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗിൽ എങ്ങനെയായിരിക്കണം അത് വരേണ്ടതെന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉൾപ്പെടുത്താം. അപ്പൊ ആ രീതിയിൽ നമുക്ക് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് TV മോഡൽസിൽ അല്ലെങ്കിൽ ടിവിയുടെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആ ഒരു രീതിയിൽ വേണമെങ്കിൽ നടത്താം. ഫസ്റ്റ് എന്ന് പറയുന്നത് നറേഷൻ കൊടുക്കണം, അതുപോലെ തന്നെ വിഷ്വൽസ് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഒന്ന് പ്ലാൻ ചെയ്യണം. അതുപോലെ തന്നെ സൗണ്ട് കൊടുക്കണം, സൗണ്ട് റീമിക്സ് ചെയ്ത് കൊടുക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ആ രീതിയിൽ നമുക്ക് സ്ക്രിപ്റ്റുകൾ എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം TV ആഡുകളെ കുറിച്ച് നമ്മൾ ഇനി പറയുന്നുണ്ട്. പല തരത്തിലുള്ള TV ആഡുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ ആഡുകളെല്ലാം ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗിനെ കുറിച്ചിട്ടായിരിക്കും പറയാം. നമ്മൾ ഈ ആഡിനെ കുറിച്ച് പറയുമ്പോൾ, ഈ ഒരു പരസ്യത്തെ കുറിച്ച് പറയുമ്പോൾ, ശ്രീനിവാസന്റെ ചിന്താവിഷ്ടയായ ശ്യാമള തുടങ്ങിയ ഒരു സിനിമയുണ്ടല്ലോ. ആ സിനിമയ്ക്കകത്ത് ശ്രീനിവാസൻ ആ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ പരസ്യം സംവിധാനം ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ ഒരു മൂവി സീന് പെൺകുട്ടി കുളത്തിലേക്ക് ഇറങ്ങുകയാണല്ലോ, അപ്പൊ ഒപ്പം ക്യാമറയും കൂടെ ചാടട്ടെ, ആ ഒരു രീതിയിലൊക്കെയുള്ള ഒരു ഡയലോഗുകളൊക്കെ അവിടെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു സിനിമയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും, ഒരു ആഡുകൾ അല്ലെങ്കിൽ ഒരു പരസ്യങ്ങളൊക്കെ ചിത്രീകരിക്കുന്നത് പോലും ഒരു സ്ക്രിപ്റ്റിന്റെ സഹായത്തോടെയാണെന്ന്. അപ്പൊ സ്ക്രിപ്റ്റ് എന്താണ് സ്ക്രിപ്റ്റ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രീനിവാസൻ അന്തം വിട്ട് നിൽക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ സ്ക്രിപ്റ്റ് ഉണ്ടെന്ന് പോലും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. അവർ കാണുമ്പോൾ വെറുതെ ഒരു ചിത്രമായിട്ട് അവർക്ക് തോന്നാം. പക്ഷെ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള സ്ക്രിപ്റ്റും സൗണ്ട് മിക്സിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, ശ്രീനിവാസിന്റെ ആ ക്യാമറയുടെ ഒക്കെ കാര്യം. അപ്പൊ TV ആഡ്സ് എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ വളരെ ഡിഫറെന്റ് ആയിട്ട് നമുക്ക് അതിന്റെ സൗണ്ട് മിക്സും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പൊ ഈ ഓരോ TV ആഡുകളും വളരെ ക്രിയേറ്റീവ് ആണെങ്കിൽ, അല്ലെങ്കിൽ ആളുകളിലേക്ക് ആഴ്ന്നിറങ്ങണമെങ്കിൽ അതിന്റെ സ്ക്രിപ്റ്റിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില പരസ്യങ്ങളൊക്കെ എപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കും അല്ലെ. ഇപ്പൊ ഒരു കപ്പിൽ ചായ മറ്റൊന്നിൽ ചേർക്കൂ ബ്രൂ, അങ്ങനെയുള്ള കുറച്ച് പാട്ടുകൾ രൂപത്തിലുള്ള ചില പരസ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ സന്തൂർ മമ്മി, ആ ഒരു സന്തൂർ എന്ന് പറയുന്ന ആ ഒരു സോപ്പിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ പലരെയും സന്തൂർ മമ്മിമാർ എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ അത്രയും ആഴത്തിൽ നമ്മളെ മനസ്സിലേക്ക് കയറുന്ന പരസ്യങ്ങളുണ്ട്. അപ്പൊ ഈ സ്ക്രിപ്റ്റ് റൈറ്റിംഗിന്റെ ഒരു മേന്മയാണ് നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു പരസ്യങ്ങൾ ഇത്രയും ആഴത്തിൽ പതിയാനായിട്ട് കാരണം. അപ്പൊ അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. TV ആഡ്സിനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. Television has been the most effective advertising medium. It has been the ultimate option maker, capture an incredible, diverse and large audience. A product can be shown in a TV commercial from various angles, in different lighting, various settings, and with varying indicated details of prostitutions. And these elements are repaired to align with the target market and highlight the particularly strong selling point. അപ്പോൾ TV ആഡുകൾ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും
ആ ഒരു ആഡുകൾ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ എന്താണ് അവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ആ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിന് മനസ്സിലാവും. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ സോപ്പിന്റെ പരസ്യം എടുത്തു കഴിഞ്ഞാൽ ആ സോപ്പിന്റെ ഗുണമേന്മ നമ്മൾ കൃത്യമായിട്ട് അത് പോയിന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും, അല്ലെ? നമ്മൾ പറയുന്നത് സന്തൂർ സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചെറുപ്പമാകുമെന്നുള്ളൊരു ചിന്തയാണ് ആ ഒരു പരസ്യം കാണുമ്പോൾ ആളുകളിലേക്ക് വരിക. ഇത് കൃത്യമാണോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. അപ്പൊ അത് ആ ഒരു രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ് ആ ഒരു ആഡിന് വേണ്ടിയിട്ട് ആ ഒരു തിരക്കഥാകൃത്ത് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ചില വെളിച്ചെണ്ണയുടെ ഒക്കെ പരസ്യം നമ്മൾ കണ്ടോ, അല്ലെ? ഹെയർ ഓയിൽസിന്റെ പരസ്യങ്ങൾ, ആ ഒരു പരസ്യങ്ങൾ കാണുമ്പോൾ അത്തരത്തിൽ ഇടതൂർന്ന മുടിക്കൊക്കെ അതുപോലെ ഡാൻഡ്രഫ് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് പരിഹരിക്കാനായിട്ട് ഇത്തരത്തിലുള്ള എണ്ണ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ആ ഒരു പോയിന്റ് ചെയ്ത് പറയാറുണ്ട്. അപ്പൊ ഓരോ പരസ്യം കാണുമ്പോഴും എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പക്ഷെ വേറെ ചില പരസ്യങ്ങളുണ്ട്, ഏതാന്ന് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവാത്ത ചില പരസ്യങ്ങൾ. കരിക്കിൽ ആരാണ് വെള്ളം ഒഴിച്ചത്, അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് ദൈവമുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു പരസ്യമുണ്ട്, സൈക്കിൾ അഗർബത്തീസ് എന്ന് പറഞ്ഞൊക്കെ ഒരു പരസ്യം. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് പരസ്യങ്ങൾ, വളരെ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ കൺഫ്യൂഷിംഗ് ആയിട്ടുള്ള ഒരുപാട് പരസ്യങ്ങൾ നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ ടിവിയിലൂടെ കണ്ടിട്ടുണ്ടാവാം. അപ്പൊ ആ പരസ്യങ്ങളുടെയൊക്കെ പിന്നിലുള്ള തിരക്കഥകളെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ ഓരോ തിരക്കഥയും വളരെ മേന്മയുള്ളതാകണമെങ്കിൽ അതിന്റെ ഓരോ പ്രൊഡക്റ്റിന്റെയും പ്രത്യേകിച്ചുള്ള ഉൽപ്പന്നത്തിന്റെ ആ ഗുണം നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പൊ ടി വി ആഡ്സിനെ കുറിച്ചും അതിന്റെ തിരക്കഥയെ കുറിച്ചും സ്ക്രിപ്റ്റ് റൈറ്റിനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ ആദ്യം പറയേണ്ടത് നമ്മൾ ആ ഒരു കൃത്യമായിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു തിരക്കഥ നമ്മൾ എഴുതണം, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതണം. സെക്കൻഡ് എന്ന് പറയുന്നത് നല്ല ഹൈലൈറ്റ് ചെയ്ത് അതിന്റെ ആ ഒരു ഗുണം നമ്മൾ കാണിക്കാനായിട്ട് ശ്രമിക്കണം. Speaking equivalently about the victories of the specific object, its beauty and charm, observe the fundamental human instinct, the desire to want. It is not only by chance, and the majority of advertising copy contains adjectives. When writing words for an advertisement, free association of ideas, evocation of a mood, reflections of human impulse, and all tools using words in conjunction and images or other sounds provides an almost infinite അതുപോലെ തന്നെ പ്രൊഡക്ടിബിലിറ്റി ഓഫ് പ്രൊഡക്റ്റീവ് ആൻഡ് ഓർഡിനേറ്റ് ആൻഡ് ആർട്ടിസ്റ്റിക് മിക്സ്. അപ്പോൾ ഈ ഒരു ചില പരസ്യങ്ങളിൽ നമ്മൾ നല്ല രീതിയിലുള്ള സൗണ്ട് മിക്സും കാണാറുണ്ട്, അല്ലെ? ചില പാട്ടുകളായിട്ട് നമ്മൾ ഓരോ പരസ്യങ്ങൾ കാണാറുണ്ട്. ജയലക്ഷ്മിയുടെ ഒക്കെ പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് ഭീമയുടെയും ഒക്കെ പെണ്ണായാൽ പൊന്നു വേണം, ആ രീതിയിലുള്ള പരസ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ പരസ്യങ്ങള് അത്രയും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് നല്ല രീതിയിൽ നമ്മളിലേക്ക് ആശയങ്ങൾ പകർന്നു നൽകുന്നതാണ്. പെണ്ണായാൽ പൊന്നു വേണം, പൊന്നും കൂടെ ആകണം, ആ രീതിയിൽ ആ പറയുമ്പോൾ നമ്മളും ആ ഒരു രീതിയിൽ ചിന്തിക്കുക ചെയ്യുന്നത്. പെണ്ണുങ്ങളായാൽ പൊന്നു വേണം എന്നുള്ള രീതിയിൽ നമ്മളും കൂടെ ആ ഒരു കോൺസെപ്റ്റിലേക്ക് വിശ്വസിക്കും. അപ്പൊ ആ രീതിയിൽ ആളുകളെ കയ്യിലെടുക്കാനായിട്ട് അല്ലെങ്കിൽ ആളുകളിലേക്ക് ഇഴങ്ങി ചെല്ലുന്ന രീതിയിലുള്ള പാട്ടുകളും കൂടി ഉണ്ടെങ്കിൽ ഓരോ സ്ക്രിപ്റ്റും വളരെ മനോഹരമായിട്ട് തീരുമെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് ടി വി ആഡ് എന്നുള്ളതാണ് അടുത്തത്. സ്ട്രക്ചർ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആഡുകൾ തയ്യാറാക്കുമ്പോൾ. Given below in an example of an TV ad, Pluto Industrials wishes to introduce intense coffee they call the good blend, then reveal of Nescafe, which has near a monopoly and the market for intense 100% of coffee. The majority of the other brands are coffee, charity and blends. അപ്പോൾ ഈ ഒരു കോഫീനെ കുറിച്ച്, ഇപ്പൊ ആഡിനെ കുറിച്ച് പറയുമ്പോൾ സ്ട്രക്ചർ ഓഫ് ആഡ് എന്ന് പറയാം. നമ്മൾ നെസ്കഫേയുടെ ഒക്കെ കോഫി പൗഡറിന്റെ ആഡുകൾ കണ്ടിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ നല്ല മികച്ച രീതിയിലുള്ള കാപ്പിക്കുരുകൾ മാത്രം എടുത്തിട്ട് ഉണക്കി അത് പൊടിച്ചിട്ടുണ്ടാവുന്നതാണ് നെസ്കഫെ എന്നൊക്കെയാണ് നമ്മൾ ആഡിൽ കാണുക. മറ്റുള്ള കാപ്പിപ്പൊടികളൊക്കെ വളരെയധികം എല്ലാത്തിന്റെയും മിക്സ് ആണ്, അത് വളരെയധികം ബ്ലെൻഡ് ആവില്ല, എല്ലാത്തിന്റെയും കൂടെയും എല്ലാ ചായയുടെ കൂടെ ശരിക്കും ബ്ലെൻഡ് ആവില്ല എന്നൊക്കെയാണ് നമുക്ക് ആ ഒരു ആഡിൽ നിന്ന് മനസ്സിലാവുക. അപ്പൊ ആ നല്ല രീതിയിൽ ആളുകളിലേക്ക് എത്തുന്നതും അതുപോലെ തന്നെ അതിന്റെ ഒരു സ്ട്രക്ചർ നല്ല രീതിയിൽ ആദ്യം എന്താണ് കാപ്പിക്കുരുകളുടെ ആ ഒരു ഇത് കാണിക്കും, അല്ലെ? അതിന്റെ ഒരു സോഫ്റ്റ്നെസ്, അതിന്റെ ഒരു കാഠിന്യം, നിറമൊക്കെ നമ്മളെ ഇങ്ങനെ കാണിക്കും. അതിനുശേഷം അത് പൊടിയുന്നതായിട്ടും അത് ആ കുപ്പികളിലാവുന്നതായിട്ടും ആ കുപ്പി ഒരാള് എടുത്ത് അത് ചായയിലേക്ക് അല്ലെങ്കിൽ ആ പാലിലേക്ക് ഒഴിക്കുന്നതായിട്ടും ഒക്കെ നമ്മൾ കാണുമ്പോൾ അത്രയും വളരെ മനോഹരമായിട്ട് അത് ആ ചായ കുടിക്കാൻ നമുക്ക്, അല്ലെങ്കിൽ ആ കാപ്പി കുടിക്കാനായിട്ട് നമുക്ക് തോന്നും. അപ്പൊ ആ രീതിയിൽ ആളുകളിലേക്ക് ആ ഒരു സ്ട്രക്ചർ കൊണ്ടുവരാനായിട്ട് നമ്മൾ ആദ്യം ശ്രമിക്കണം. അപ്പൊ ആ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ആ ഉൽപ്പന്നം ആദ്യം തൊട്ട് അവസാനം വരെ ആളുകളിലേക്ക് നല്ല മനോഹരമായിട്ട് കൊണ്ടുവന്ന് എത്തിക്കുക എന്നുള്ളതും പ്രധാനമായിട്ട് ഉള്ള കാര്യമാണ്. അപ്പൊ ചില പരസ്യങ്ങളൊക്കെ ലൈഫ് ബോയുടെ ഒക്കെ പരസ്യം വരുമ്പോൾ ഒരാള് വളരെ വേർത്ത് കുളിച്ച് വന്നിട്ട് ആ ആള് അമ്മയുടെ അച്ഛന്റെ അടുത്ത് പോയിരിക്കുമ്പോൾ ഭയങ്കര ദുർഗന്ധമൊക്കെ വരികയും ആ ആൾക്ക് ഒരു ലൈഫ് ബോയുടെ സോപ്പ് കൊടുക്കുകയും
അയാൾ വന്ന് കുളിച്ചതിന് ശേഷം ഒരു 100%, 99% അണുക്കള് വിമുക്തമായിട്ടൊന്ന് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു ഓർഡർ അവിടെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതിന്റെ സ്ട്രക്ചർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യം അയാൾ കുളിച്ചിട്ട് വന്നിട്ട് നിൽക്കുന്നതിനേക്കാളും വളരെയധികം എഫക്റ്റീവ് ആണ് അവർ വളരെയധികം കളിച്ചിട്ട് വേർത്ത് കുളിച്ച് വന്ന് ഇരിക്കുമ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു അസഹനീയത, അതിൽ നിന്ന് പിന്നീട് സോപ്പ് ഇട്ട് കുളിച്ചതിന് ശേഷം വരുമ്പോൾ ആളുകൾക്ക് ഉണ്ടാവുന്ന ആ ഒരു ഫ്രഷ്നെസ്സും കാര്യങ്ങളെല്ലാം നമ്മൾ കാണുമ്പോഴാണ് ആ ഒരു ആഡിന്റെ ഫ്രഷ്നെസ്സും അതുപോലെ തന്നെ അതിന്റെ സ്ട്രക്ചർ നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടുക. അപ്പൊ അതും വളരെ പ്രധാനമാണ്. ആഡുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പറയാം. അതുപോലെ തന്നെ സ്റ്റോറി ലൈനും പ്രധാനപ്പെട്ടതാണ്. അതായത് ഏത് ഭാഗത്ത് നിന്നാണ് ഷൂട്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇപ്പൊ നമ്മൾ ഈ ഒരു ലൈഫ് ബോയുടെ ഒക്കെ ഒരു ആഡ് പറഞ്ഞപ്പോൾ പല ഷോട്ടുകൾ ഉണ്ടല്ലോ. അയാള് കളിക്കുന്നത്, വരുന്നത്, വീട്ടിലെ സോഫയിൽ ഇരിക്കുന്നത്, പിന്നീട് കുളിക്കാൻ പോകുന്നത്, കുളിക്കുന്നത്, അത് കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ള കുറച്ച് അങ്ങനെ സീക്വൻസ് കാര്യങ്ങളും കുറെ ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ സ്ട്രക്ചർ നമ്മൾ ഉൾപ്പെടുത്തി. അതുപോലെ തന്നെ അതിന്റെ സ്റ്റോറി ലൈനും അതുപോലെ തന്നെ ഏതൊക്കെയാണ് ഷൂട്ട് ചെയ്യേണ്ടതുള്ള കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. കാരണം ചില ഭാഗങ്ങളൊക്കെ വിട്ടുപോയി കഴിഞ്ഞാൽ അത് കൂട്ടി യോജിപ്പിക്കാൻ ഭയങ്കര പാടായിരിക്കും അല്ലെ. അപ്പൊ കളിക്കുന്ന സമയത്ത് ഇത് ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അത് പൂർത്തിയാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ കുളിക്കുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കുളിച്ചു എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് കിട്ടില്ല. അപ്പൊ ആ രീതിയിൽ എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് വേണം നമ്മളൊരു ഒരു സ്ക്രിപ്റ്റ് എഴുതാനായിട്ട്. Next sister, late in the afternoon, a very impressive house portrait in the door is finished in glamming methodology and baths. അപ്പൊ ഓരോ സ്റ്റോറി ലൈൻസും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ പറയുന്നത് ചില പരസ്യങ്ങളുമായിട്ട് നമുക്ക് കൃത്യമായിട്ടൊന്ന് തട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടിവിയുടെ ആഡും കാര്യങ്ങളും ഒക്കെ എങ്ങനെ മനോഹരമാക്കാൻ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പണ്ട് വേറൊരു ആഡ് ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ഫെവിക്കോളിന്റെ ഒരു പരസ്യമുണ്ട്. 1980 ഒരു കസേര ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് അത് അവസാനം 2024 വരെ ആ ഒരു കസേര പരിണാമം പെട്ടു പോകുന്നതും അവസാനം അതിന്റെ ഒരു കുഷനൊക്കെ മാറ്റി 2024 വരെ അത് ഉപയോഗിക്കുന്നതൊക്കെ. അത് ഫെവിക്കോൾ കൊണ്ട് അത് ഒട്ടിച്ചുകൊണ്ടാണ് അത് ഇത്രയും നാൾ നിലനിന്നത് എന്നൊക്കെയുള്ള ഒരു ആശയമാണ് നമ്മളിലേക്ക് വരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് സ്റ്റോറീസ് ഒക്കെ വളരെ അതിന്റെ സ്റ്റോറി ലൈനോട് കൂടെ ആസ്വാദികരമാക്കാനായിട്ട് സാധിച്ചെങ്കിൽ മാത്രമേ TV സ്ക്രിപ്റ്റ് നമുക്ക് നല്ല രീതിയിൽ എഴുതാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ട് നമ്മുടെ അവബോധം കൂടുതലായാൽ മാത്രമേ നമുക്ക് നല്ലൊരു സ്റ്റോറി സ്ക്രിപ്റ്റ് റൈറ്റർ ആകാനായിട്ട് സാധിക്കുള്ളൂ. കോടികളാണല്ലേ ഓരോ പരസ്യങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ കോടികളാണ് വാങ്ങിക്കുക. അപ്പൊ അത് വെറുതെ അല്ല, നല്ല രീതിയിലുള്ള ഒരു ക്രിയേറ്റീവ് തിങ്കിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ക്രിയേറ്റീവ് റൈറ്റിംഗ് ആയിട്ട് ഒരു ആഡുകളൊക്കെ രൂപപ്പെട്ട് വരിക. അതുകൊണ്ട് തന്നെയാണ് ഇതിന് നല്ലൊരു എമൗണ്ട് ഈ ഒരു തിരക്കഥാകൃത്തുകളൊക്കെ വാങ്ങിക്കുന്നത്, പ്രത്യേകിച്ച് ഈ ഒരു ആഡ് മേക്ക് ചെയ്യുന്ന ആളുകളൊക്കെ വാങ്ങിക്കുക. ഇനി പല രീതിയിലുള്ള സ്റ്റോറി ലൈൻസും കാര്യങ്ങളും നമുക്ക് എഴുതാമെന്ന് പറഞ്ഞു. നമുക്ക് പല ആഡുകൾ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം. ആഡുകളുടെ ഒക്കെ ഒരു മിനിയേച്ചർ രൂപം നമുക്ക് വേണമെങ്കിൽ എക്സാമിന് കൊണ്ടുവന്നിട്ട് അത് ഇങ്ങനെയാണ് രൂപപ്പെടുത്തിയത്. ഇങ്ങനെ ഒരു സന്തൂർ മമ്മിയുടെ ഒക്കെ പരസ്യം, സന്തൂറിന്റെ പരസ്യമൊക്കെ ഇത്ര രീതിയിൽ മനോഹരമായി വന്നതുകൊണ്ടാണ് നമുക്ക് നല്ല രീതിയിൽ അത് ആസ്വാദികരമായത്. എങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റോറി ലൈൻസും കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് എഴുതി വെക്കാനായിട്ട് സാധിക്കും. ഇനി പബ്ലിക് സർവീസ് അനൗൺസ്മെന്റ്സിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. In the term of the film and adult literacy, the script, proceeding and screenplay must include the following storyline. In a village, and literally village, able to her twinnings works in the in-laws house. It is a typical Indian village. Complete the ponds, trees, kursha, roads, cattle, and lights and sheds. അപ്പോൾ ഈ ഒരു പബ്ലിക് സർവീസ് അനൗൺസ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ആഡുകൾ വഴി കൊടുക്കാം. പ്രധാനമായിട്ടും നിരക്ഷരരായിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഒരു പരിപാടികൾ വേണമെങ്കിൽ നമുക്ക് TV വഴി കൊടുക്കാം അല്ലെ. നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ശൗചാലയങ്ങളെ കുറിച്ചുള്ള ഒരു പരസ്യമൊക്കെ എപ്പോഴും നമ്മൾ ഈ ഒരു TV-യിൽ വന്നിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. അതായത് നമ്മൾ വെളിപ്രദേശങ്ങളിൽ പോയിട്ട് നമ്മൾ കാര്യങ്ങൾ അതായത് സാധിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ടോയ്ലറ്റിൽ പോകുവാനായിട്ട് പ്രദേശങ്ങൾ അല്ലെങ്കിൽ വെളിപ്രദേശങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും ഉള്ള കാര്യങ്ങളെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന ഒരു പരസ്യമായിരുന്നു ശൗചാലയത്തെ കുറിച്ചുള്ള ഒരു പരസ്യം. വിദ്യാബാലനൊക്കെ ആ ഒരു പരസ്യത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ നമ്മൾ സാമൂഹികമായിട്ടുള്ള ഒരു അവയർനെസ് കൊടുക്കാനും ഈ ഒരു TV ഒരു മാധ്യമമായിട്ട് ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ച് നിരക്ഷരതയൊക്കെ എത്രത്തോളം നമ്മളെ മോശമായിട്ട് ബാധിക്കും എന്നുള്ള കാര്യവും അതുപോലെ തന്നെ ശൗചാലയങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യകതയൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നാലേ നമ്മുടെ ഇന്ത്യക്ക് പുരോഗമനം ഉണ്ടാവുള്ളൂ. അപ്പൊ ആ രീതിയിൽ ഒരു പബ്ലിക് അനൗൺസ്മെന്റ്സിന് വേണ്ടിയിട്ടും ഈ ഒരു ആഡുകൾ നമ്മൾ രൂപപ്പെടുത്താറുണ്ട്. അത് പ്രധാനമായിട്ടും നമ്മുടെ ഗവൺമെന്റ് ഏജൻസീസ് ആയിരിക്കും അത്തരത്തിലുള്ള ആഡുകൾ ഉണ്ടാക്കുക.
ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു ശൗചാലയം ഇല്ലെന്നുള്ള പേരിൽ ഒരു സ്ത്രീ തന്റെ ഭർത്ത വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയി എന്നുള്ള ഒരു പരസ്യമുണ്ട്. അതുപോലെ തന്നെ മുഖം മറച്ചിരിക്കുന്ന നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ശൗചാലയങ്ങളൊക്കെ ഉണ്ടല്ലേ, അല്ലെങ്കിൽ ടോയ്ലറ്റ് സൗകര്യമൊക്കെ നമ്മുടെ നാട്ടിൽ മിക്ക വീടുകളിലും ഉണ്ട്. അത് നമുക്കറിയാം. എല്ലാ വീട്ടിലും തന്നെ ടോയ്ലറ്റ് സൗകര്യമുണ്ട്. 3-4 ബാത്റൂമുകളുള്ള വീടുകളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ കേരളത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യയുടെ പല ഭാഗത്തും ഇത്തരത്തിലുള്ള സൗകര്യങ്ങളൊന്നും നമുക്ക് കണി കാണാൻ പോലും സാധിക്കില്ല. ഓരോ വീടുകളിലും ചിലപ്പോഴും ഒത്തിരി അധികം മാറിയിട്ടായിരിക്കും ഒരു ഷെഡ് പോലെ പണിയുക. അതിനകത്തൊരു ടോയ്ലറ്റോ അല്ലെങ്കിൽ ഒരു ക്ലോസറ്റോ കാര്യങ്ങളോ ഒന്നും പോലും ഉണ്ടാവില്ല. ഒരു കല്ലൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവിടെ വെച്ചിരിക്കുക. അപ്പൊ ആ രീതിയിലുള്ള ഒരുപാട് പ്രദേശങ്ങൾ ഇത്തരത്തിൽ ടോയ്ലറ്റ് ഇല്ലാതെയും അല്ലെങ്കിൽ വെളിപ്രദേശങ്ങൾ ഉപയോഗിക്കുന്നൊക്കെ ആളുകൾ ഇന്നുമുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു പ്രചോദനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പബ്ലിക് അനൗൺസ്മെന്റ്സ് അല്ലെങ്കിൽ പബ്ലിക് അവയർനെസ് വേണ്ടിയിട്ടുള്ള ഒരു ആഡുകളും കാര്യങ്ങളും ഗവൺമെന്റ് കൊടുക്കുക. അപ്പം അതുപോലെ തന്നെ ഈ നിരക്ഷരരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഗവൺമെന്റ് നമ്മൾ പഠിക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ആഡുകൾ കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു പെൺകുട്ടികൾക്ക് അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഒരു പെൺകുട്ടി, നിരക്ഷരയായ ഒരു പെൺകുട്ടി, ഭർത്താവ് പട്ടാളത്തിലാണ്. അപ്പൊ ആ ഒരു അമ്മായിയമ്മയുടെ അടുത്ത് ജോലികളൊക്കെ ചെയ്ത് നിൽക്കുന്നു. അപ്പൊ അവൾക്ക് ഹസ്ബൻഡിന്റെ അടുത്ത് നിന്ന് ഒരു കത്ത് വരുമ്പോൾ അവൾക്കത് വായിച്ചു നോക്കാനായിട്ട് സാധിക്കില്ല. പണ്ട് കാലത്ത് എങ്ങനെയാണ്, നമുക്ക് ഫോൺ വിളിക്കാനുള്ള സൗകര്യം ഇല്ല അല്ലെ, പ്രത്യേകിച്ച് പട്ടാളത്തിലൊക്കെ നമുക്ക് കത്തുകളൊക്കെ എഴുതാനാണ് കൂടുതൽ സൗകര്യമുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കത്തുകൾ എഴുതിയപ്പോൾ ആ കത്തുകൾ കിട്ടിയാലും വായിക്കാനുള്ള അറിവില്ലാത്തത് കൊണ്ട് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവുന്നു. അതുപോലെ തന്നെ മറ്റാരെങ്കിലും ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നു. അതുപോലെ തന്നെ മണി ഓർഡർ ഒക്കെ ആണെങ്കിൽ അവർക്ക് എണ്ണാനോ കാര്യങ്ങളൊന്നും പണം എന്താണ്, പണം എത്രയാണ് എന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ലെങ്കിൽ അതും വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മാക്സിമം നമ്മൾ എഴുതാനും അതുപോലെ തന്നെ കൃത്യമായിട്ട് ചില കണക്കുകൂട്ടലുകളൊക്കെ ചെയ്യാനും പഠിച്ചിരിക്കേണ്ടത് പ്രധാനമാണെന്ന് ആളുകളെ അറിയിക്കാൻ വേണ്ടിയുള്ള ചില ആഡുകളും കാര്യങ്ങളും ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആഡുകളും ഇത്തരത്തിലുള്ള TV വഴി നമ്മളിലേക്ക് എത്താറുണ്ട്. അത് നമ്മുടെ TV സ്ക്രിപ്റ്റ്സിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് ഉള്ളത് പ്രധാനമായിട്ട് നോക്കാനുള്ളത് ഈ ഒരു പാഠഭാഗത്ത് നിന്ന് വരുന്ന ഈ ഒരു TV റൈറ്റിംഗ്സ് ഫോർ ചിൽഡ്രൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. അതായത് നമ്മൾ പറഞ്ഞു TVയുടെ ആഡുകളെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ പബ്ലിക് അവയർനെസ് കിട്ടാനുള്ള പ്രോഗ്രാംസിനെ കുറിച്ചും കാര്യങ്ങളും പറഞ്ഞു. പിന്നെ TV എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞു. പ്രധാനമായിട്ടും എന്റർടൈൻമെന്റിനും അതുപോലെ തന്നെ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയും അതുപോലെ തന്നെ എഡ്യൂക്കേഷന് വേണ്ടിയാണ് TV ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഇനി TVനെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചിൽഡ്രൻസിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ TV പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ട് കാർട്ടൂണുകളും കാര്യങ്ങളും ഒക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് TV കൊടുക്കാറുണ്ട് അല്ലെ. അതുകൂടാതെ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയാ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ചിൽഡ്രൻസ് ടെലിവിഷൻ പ്രോഗ്രാമിംഗ് മസ്റ്റ് ഫസ്റ്റ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഹു ഈസ് എ ചൈൽഡ്. ഇറ്റ് ഈസ് നോട്ട് സഫിഷ്യന്റ് ടു സ്റ്റേറ്റ് ദ ചൈൽഡ് എ യങ് adult. Certain definitions are to state that a child is a young adult. Certain between adults and children must be recognized. അപ്പോൾ ഈ ഒരു ചിൽഡ്രൻസിനെ കുറിച്ച് പറയുമ്പോൾ ചിൽഡ്രൻസിന് വേണ്ടിയിട്ട് നടത്തുന്ന കുറെ പരിപാടികൾ TV യിൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള പരിപാടികൾ നടത്തുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് കുട്ടികൾ ആരാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. കുട്ടികൾ എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്നിട്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ള പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്യണം. പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ വർദ്ധിപ്പിക്കുന്നതിനും അവർക്ക് വേണ്ടിയുള്ള ഒരു ഭൗതിക നിലവാരം കൂട്ടുന്നതിന് വേണ്ടിയുള്ള കുറച്ച് പരിപാടികൾ നമ്മുടെ ടെലിവിഷനിൽ നടത്താറുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ പറയാം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ചൈൽഡ് ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് complex relationships. They see characteristics as a good and bad. Avoid presenting complex characters and complex human relationships in children's programs. And the children of the age group 3 to 6 and 7 to 9 have problems understanding experience over a long sequence of time. അപ്പോൾ ഇത്തരത്തില് കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പ്രോഗ്രാംസ് കൊടുക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അതിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ടോം ആൻഡ് ജെറി അങ്ങനെയുള്ള കാർട്ടൂൺസ് ഒക്കെയാണ് നോക്കുകയാണെങ്കിൽ വളരെ വിപുലമായിട്ടുള്ള ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ സങ്കീർണമായ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല അല്ലെ. ഭയങ്കര വലിയൊരു കഥാതന്ത്രമൊന്നും അവിടെ ഇല്ല. ടോം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, അതുപോലെ തന്നെ ജെറി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. അപ്പൊ ടോമിന് ദേഷ്യം വന്നു, ടോം അവനെ പിടിക്കാനായിട്ട് ഓടുന്നു. അത്രയും കാര്യങ്ങൾ മാത്രമേ അവിടെ വരുന്നുള്ളൂ. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവരുടെ ആശയക്കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിലാണ് അത്തരത്തിലുള്ള പരിപാടികൾ ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ ചില മൂവീസും അതുപോലെ തന്നെ ചില സൈറ്റുകളൊക്കെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഹോട്ട്സ്റ്റാർ തുടങ്ങിയ ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട് അല്ലെ. അപ്പൊ ഈ പ്ലാറ്റ്ഫോമുകളിലൊക്കെ
കുട്ടികൾക്ക് വേണ്ടിയിട്ട് കാണാനുള്ള പരിപാടികൾ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവാം. ഇപ്പൊ കുട്ടിയാണോ കാണുന്നത്, കിഡാണോ, അതുപോലെ തന്നെ ആരാണ് കാണുന്നത് എന്നുള്ള അത് നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാം. ഇപ്പൊ കിഡിലാണെങ്കിൽ കിഡിൽ എന്ന് പറയുമ്പോൾ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് പറ്റിയ അവർക്ക് വളരെ സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലാത്ത വളരെ സിമ്പിൾ ആയിട്ട് അവർക്ക് മനസ്സിലാക്കാനും ആസ്വദിക്കാനും സാധിക്കുന്ന കുറെ പരിപാടികളൊക്കെ അതിനകത്ത് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ടിവിയിൽ ഒരുപാട് പരിപാടികൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട്. ഇപ്പൊ ചില സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ആശയക്കുഴപ്പം ഉണ്ടാവും അല്ലെ? വളരെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ത്രില്ലർ ഉള്ള അല്ലെങ്കിൽ ഭയങ്കര അധികം ക്രൂവൽ ആയിട്ടുള്ള കുറച്ച് അല്ലെങ്കിൽ ഹൊറർ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ടിവിയിൽ സിനിമകളൊക്കെ ഉണ്ടാവും. അപ്പൊ അത്തരം സിനിമകളൊക്കെ കുട്ടികൾക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും കാണാനും മനസ്സിലാക്കി എടുക്കാനും ഒക്കെ. അപ്പൊ അത്തരത്തിലുള്ള സിനിമകൾ കാണിക്കാതിരിക്കാനും നമ്മൾ പ്രത്യേകം ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ ഓരോ സിനിമകൾ കാണുമ്പോഴും 13+ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് സിനിമ. അതുപോലെ തന്നെ 18+, അതുപോലെ തന്നെ 10+ അങ്ങനെയുള്ള കുറച്ച് കുട്ടികളുടെ പ്രായം നമുക്ക് അവിടെ എഴുതി കാണിക്കുന്നതിന് കൃത്യമായിട്ട് നമുക്ക് അവിടെ എഴുതി കാണിക്കാറുണ്ട്. അപ്പൊ ആ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ആ ഒരു സിനിമയിൽ ഉള്ളതെന്ന് കൃത്യമായിട്ട് നമുക്ക് തന്നെ മനസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വെറുതെ അവിടെ കൊടുക്കുന്നതല്ല, കുട്ടികൾക്ക് കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ അവരെ കാണിക്കേണ്ടതാണ് ഇവിടെ പറയാൻ. ഇനി തേർഡ് എന്ന് പറയുന്നത്, while children have limited experience, their ability to take along imaginative elements into fantasy compensates for this. Rabindranath Tagore frequently mentioned the flexibility of the children's imagination in his writings, one the easily transitions for early to fantasy and back. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ ഒരു ടി വി പരിപാടികൾ നമ്മൾ കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ അവർക്ക് ആസ്വാദികരമാകാൻ പറ്റുന്ന ഫാന്റസി സ്റ്റോറീസ് ഒക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ നമ്മൾ ടോം ആൻഡ് ജെറി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇപ്പം നമ്മൾ ചുറ്റിക എടുത്ത് ടോമിനെ അടിക്കുമ്പോൾ ചുറ്റികയുടെ ഷേപ്പിൽ ടോം മാറും, അതുപോലെ തന്നെ ചതുരായിട്ട് മാറുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമുക്കത് ഭയങ്കര പ്രായോഗികമായിട്ട് അത് ശരിക്കും ശരിയാണോ, അത് തെറ്റല്ലേ, അങ്ങനെയൊന്നും ആവില്ലല്ലോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുമെങ്കിൽ പോലും കുട്ടികൾക്ക് പക്ഷെ അത് ഭയങ്കര അധികം രസകരമായിട്ട് തോന്നും. ഒരു ബോക്സ് വന്ന് നിന്നിട്ട് ആ ബോക്സിന്റെ ആകൃതിയിൽ ടോം മാറുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് ഭയങ്കര ആസ്വാദികരമായിട്ട് തോന്നും. അവർ വളരെ ഫാന്റസി ലൈഫിലാണ് അവർ ജീവിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ ഫാന്റസി കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പൊ ആ രീതിയിലായിരിക്കണം കുട്ടികൾക്ക് വേണ്ടി തിരക്കഥകൾ എഴുതുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള എലമെന്റുകൾ നമ്മൾ കൂടുതലായിട്ട് ആഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു നമ്മുടെ കുട്ടിച്ചാത്തൻ എന്ന് പറഞ്ഞ ഒരു സിനിമ ഉണ്ടല്ലോ അല്ലെ, മൈ ഡിയർ കുട്ടിച്ചാത്തൻ. അപ്പൊ അതിന്റെ അകത്ത് ഒരു ഫാന്റസി വേൾഡ് അല്ലെങ്കിൽ ഒരു ഫാന്റസി ആയിട്ടുള്ള ഒരു കഥയാണ് അവിടെ പറയുന്നത്. ഒരു കുട്ടികളുടെ ഇടയിലേക്ക് ഒരു കുട്ടിച്ചാത്തൻ വരുന്നു, കുട്ടിച്ചാത്തൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പ്രായോഗിക ബുദ്ധിയിൽ അത് ചിലപ്പോൾ മോശമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ല, അങ്ങനെ സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ലെന്ന് തോന്നുവാണെങ്കിൽ പോലും കുട്ടികൾക്ക് അത് വളരെയധികം സന്തോഷം നൽകുന്നതായിരിക്കും. അപ്പൊ ആ രീതിയിൽ നമ്മൾ സ്ക്രിപ്റ്റ് റൈറ്റിംഗിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കുട്ടികൾ കുറച്ചുകൂടെ ആസ്വാദികരമാകുന്ന രീതിയിൽ വേണം അവർക്ക് വേണ്ടി പ്രോഗ്രാംസ് നമ്മൾ ആഡ് ചെയ്യാൻ. അതുപോലെ അവർക്ക് വേണ്ടിയിട്ടുള്ള ചില പരിപാടികൾ കാണുമ്പോൾ ഒന്നെങ്കിൽ അവരുടെ ഇപ്പം സോങ്സ് ഒക്കെയുള്ള പ്രോഗ്രാംസ് ഒക്കെ ആണെങ്കിൽ പോലും നമ്മുടെ നസ്രിയൊക്കെ ഇല്ലേ, നസ്രിയ ഫഹദ്, അവര് തന്നെ വളരെ ചെറുതായിരുന്നപ്പോൾ ഇതുപോലെയുള്ള കുട്ടികളുടെ പരിപാടികൾക്ക് വേണ്ടി ആങ്കറിങ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വളരെ കുഞ്ഞു കുട്ടികളെ വെച്ച് ചില പരിപാടികളൊക്കെ ആങ്കർ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ നിലവാരം അനുസരിച്ച് കാര്യങ്ങൾ കാണാനും അത് ആളുകൾക്കിലേക്ക് ഒന്ന് പകർന്നു കൊടുക്കുവാനും ഒക്കെ അവരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ. അപ്പൊ അതുകൊണ്ടാണ് മുതിർന്ന ആളെ വെച്ച് ചെയ്യാതെ കുട്ടികളെ വെച്ച് തന്നെ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ മഞ്ചാടി എന്ന് പറയുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് അല്ലെ, ഒരു പാവക്കുട്ടിയെ വെച്ച് ആ പാവക്കുട്ടി സംസാരിക്കുന്നത് പോലെ ഒക്കെ കുട്ടികൾക്ക് ഓരോ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കുട്ടികൾക്ക് ആസ്വാദികരമായ രീതിയിലുള്ള പ്രോഗ്രാംസ് വേണമെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതാം. പിന്നെ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൽ നമുക്ക് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ക്രിയേറ്റീവ് വിഷ്വൽ ഒക്കെ ഉണ്ടാക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. കുട്ടികൾക്ക് വേണ്ടി നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഒരു ക്രിയേറ്റീവ് വിഷ്വൽ ഒക്കെ നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. വളരെ കളർഫുൾ ആയിട്ടുള്ള വിഷ്വൽസ് ഒക്കെയാണ് അവർക്ക് കൂടുതൽ കാണാനായിട്ട് താല്പര്യം. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ അവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നമുക്ക് നല്ല രീതിയിൽ ഒരു കഥകൾ എഴുതാനും ഒരു പരിപാടികൾ അവതരിപ്പിക്കാനൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കും. പിന്നെ ഇതിൽ നിന്ന് ചോദിച്ചു കണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ TV എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്, അത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം എപ്പോഴും ചോദിക്കാറുണ്ട്. അതെന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടും ഇൻഫർമേഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും TV ഉപയോഗിക്കാം എന്നുള്ള കാര്യം ഓർക്കാം. പിന്നെ TVയിലെ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിനെ കുറിച്ചും നമ്മൾ ചോദ്യം വരാറുണ്ട്. അപ്പൊ TVയിലെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ
TV എന്ന് പറയുന്ന റേഡിയോ അതുപോലെ ന്യൂസ് പേപ്പർ പോലെയല്ല, വളരെ ഡിഫറെന്റ് ആണ്. വിഷ്വൽ ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യം കൂടിയാണ് TV. അതുകൊണ്ട് പല രീതിയിൽ നമ്മളെ TV ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിലാണെങ്കിലും ഓരോരോ പരിപാടികളാണെങ്കിൽ പോലും നമ്മളെ നല്ല രീതിയിൽ TV ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അപ്പൊ ആ ഒരു TVയിൽ വരുന്ന ആഡുകളും കാര്യങ്ങളും ഒക്കെ നമ്മളെ ആഴത്തിൽ സ്പർശിക്കുന്നവയാണ്. അതുകൊണ്ട് TV സ്ക്രിപ്റ്റ്സിന് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ TV സ്ക്രിപ്റ്റ്സ് എന്ന് പറയുന്നത് ഓരോ ആഡുകളുടെയും ഓരോ പരസ്യങ്ങളുടെയും ആ പ്രൊഡക്റ്റുകളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മളെ മനസ്സിലാക്കി തരുന്ന രീതിയിലായിരിക്കണം അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ അതിന്റെ ഓരോ ഹെഡിങ്സും കാര്യങ്ങളും വളരെയധികം അട്രാക്റ്റീവ് ആയിരിക്കണം. അതുപോലെ തന്നെ വിഷ്വൽസ് വളരെയധികം ക്ലിയർ ആയിരിക്കണം എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കാം. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു 10th ചാപ്റ്റർ. ഇനി 11th ചാപ്റ്റർ ഒന്ന് നോക്കാം. ന്യൂ മീഡിയനെ കുറിച്ചാണ് കേട്ടോ 11th ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അണ്ടർസ്റ്റാൻഡിങ് ന്യൂ മീഡിയ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റേഡിയോ, TV, അതുപോലെ ന്യൂസ് പേപ്പേഴ്സ് ഇതൊന്നുമല്ലാത്ത ഒരു പ്രധാനപ്പെട്ട പുതിയ ഒരു മീഡിയനെ കുറിച്ച് അല്ലെങ്കിൽ മാധ്യമത്തെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനെറ്റിന്റെ ആവിർഭാവത്തോട് ഉണ്ടായ ഒരു മീഡിയയാണ്. നമ്മൾ യൂട്യൂബ് അതുപോലെ തന്നെ മറ്റ് പ്ലാറ്റ്ഫോമുകൾ, ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകളെല്ലാം നമ്മുടെ ഈ ഒരു ന്യൂ മീഡിയയിൽ ഉൾപ്പെടുന്നതാണ് അല്ലെ. പല ആളുകളും ന്യൂസ് ചാനലുകൾക്ക് പകരം യൂട്യൂബേഴ്സിന്റെ ചില വാർത്താ ചാനലുകൾ കാണാറുണ്ട്. അതുപോലെ തന്നെയാണ് യൂട്യൂബേഴ്സ് ഉണ്ടാക്കുന്ന വ്ളോഗുകൾ ഇതെല്ലാം നമ്മുടെ കാഴ്ചക്കാരെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ളതാണ്. അപ്പൊ ഗൂഗിളിലാണെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ഒരു പുതിയ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇന്റർനെറ്റിന്റെ വരവോടുകൂടി സാധിച്ചിട്ടുണ്ട്. അതുപോലെ പല യൂട്യൂബേഴ്സിനെ നമുക്കറിയാം, അവർ ഓരോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നല്ല വരുമാനം ഉണ്ടാക്കുന്ന യൂട്യൂബേഴ്സും ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ ആ ഒരു പുതിയ മീഡിയ എന്താണ്, ആ പുതിയ മീഡിയ എത്രത്തിൽ നമ്മളെ സഹായിക്കുന്നുണ്ട്, അതുപോലെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഈ 11th ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഡിജിറ്റൽ മീഡിയ ഇസ് അനദർ ടേം ആൻഡ് ന്യൂ മീഡിയ ഫോർ ന്യൂ മീഡിയ. ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്നത് തന്നെയാണ് ഒരു ന്യൂ മീഡിയ ആയിട്ട് ഇവിടെ പറയുന്നത്. ഇറ്റ് ഹാസ് ബീൻ അറൌണ്ട് സിൻസ് ദ late 1990s in India. The new media is making progress in establishing itself as a medium of a future, as it's open new doors of opportunity. New media holds new promise for both young and old aspiring writers. As an example, consider YouTube. YouTube has enabled many young people to showcase their talent and creative while along earning money from their content. All types of writers can benefit them from the new media. Fiction and poetry, drama, non-fiction, personal columns, and blogs and possibilities. The webs and in every warming, the millions of websites offering everything you could ever want to know. അപ്പോൾ ന്യൂ മീഡിയ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ യൂട്യൂബിനെ നോക്കാറുണ്ട്, അതുപോലെ തന്നെ ഗൂഗിളിനെ നോക്കാറുണ്ട്, അതുപോലെ ഒരുപാട് പ്ലാറ്റ്ഫോമുകളെ നമ്മൾ ആശ്രയിക്കാറുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഫ്ലിപ്കാർട്ട്, അതുപോലെ തന്നെ ആമസോൺ തുടങ്ങിയ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകളെയും നമുക്ക് വേണമെങ്കിൽ മീഡിയ ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ്. പ്രത്യേകിച്ച് ബ്ലോഗുകൾ ഒക്കെ നമ്മൾ യൂട്യൂബിൽ ബ്ലോഗുകളും എല്ലാം നമ്മൾ കാണാറുണ്ടാവും. അത്തരത്തിലുള്ള ബ്ലോഗുകൾ ഒരുപാട് യൂട്യൂബേഴ്സിന് അവരുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ അവരുടെ കഴിവ് വികസിപ്പിക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ കഴിവ് കാണിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് തീർന്നിട്ടുണ്ട്. കാരണം നമുക്ക് ഒരു കാര്യവും വേണ്ട അല്ലെ. യൂട്യൂബ് തുടങ്ങണമെങ്കിൽ നമുക്ക് കയ്യിൽ ഒരു ഫോണും നമുക്ക് ഇന്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ ആരുടെയും സഹായം ഇല്ലാതെ തന്നെ നമുക്ക് തുടങ്ങാനും അതുപോലെ തന്നെ നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാനും പറ്റുന്ന ഒരു ഇടവും കൂടിയാണ് നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയാം. അപ്പൊ അതിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള എമൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയ ഒരുപാട് കാര്യങ്ങൾ യൂട്യൂബിലും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു അപകടം പറ്റി ആ അപകടത്തെ നമുക്ക് എങ്ങനെ, ഇപ്പോൾ ഒരു കൈ പൊള്ളിയെന്ന് വിചാരിക്കുക, ആ പൊള്ളിയിൽ നിന്ന് എങ്ങനെ നമ്മൾ ഒന്ന് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ചെയ്യേണ്ട പ്രാഥമിക ശുശ്രൂഷ എന്താണെന്നുള്ളത് ഒക്കെ നമുക്ക് യൂട്യൂബിൽ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പനിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ പനിക്ക് മാറാനുള്ള ഹോം റെമഡീസും കാര്യങ്ങളും എല്ലാം നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടും അല്ലെ. അതുപോലെ തന്നെ ഈവൻ എന്ത് കുക്ക് ചെയ്യാൻ പോലും നമുക്ക് വേണമെങ്കിൽ യൂട്യൂബ് വഴി നമുക്ക് അതിനൊരു പരിഹാരം ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ എല്ലാ രീതിയിലും നമ്മളെ സഹായിക്കുകയും അതേ സമയം തന്നെ നമുക്ക് ബാഡ് എഫക്ട്സ് ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ന്യൂ മീഡിയ എന്ന് പറയുന്നത്. നമുക്ക് നല്ല രീതിയിൽ വേണമെങ്കിൽ യൂട്യൂബുകളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും എല്ലാം യൂസ് ചെയ്യാം, ന്യൂ മീഡിയാസ് യൂസ് ചെയ്യാം. പക്ഷേ മോശമായിട്ട് നമ്മളെ ബാധിക്കാറുണ്ട് യൂട്യൂബും കാര്യങ്ങളും. ഒന്നെന്നും പറയുന്നത് നമുക്ക് മറ്റുള്ള ആളുകളുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ കാണുമ്പോൾ ആ ലൈഫ് സ്റ്റൈൽ നമുക്കില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം നമ്മൾ ഉണ്ടാവാനായിട്ട് ഇതൊരു സാധ്യത ഉണ്ടാവാറുണ്ട്. അതുകൂടാതെ
നമുക്ക് ഈ ഒരു ഓവറായിട്ട് നമ്മുടെ ലൈഫ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് തുറന്നു കാണിക്കുമ്പോൾ അതിന്റെ കുറച്ച് ആഫ്റ്റർ എഫക്ട്സും കാര്യങ്ങളൊക്കെ ചിലരുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ നമുക്ക് വരുന്ന വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ യൂട്യൂബ് നമ്മളെ സമയം ഒരുപാട് കളയും എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇപ്പോൾ യൂട്യൂബ് വഴി സമ്പാദിക്കുന്ന ആളുകളല്ല, അല്ലാത്ത ആളുകൾ നമ്മൾ വെറുതെ യൂട്യൂബ് കണ്ടിട്ട് നമ്മുടെ സമയം, നമ്മുടെ പ്രഷ്യസ് ആയിട്ടുള്ള നമ്മുടെ സമയം നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്തി കളയുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു 10 മിനിറ്റ് നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഫോൺ എടുക്കുക, പക്ഷെ എന്താണ് 1-2 മണിക്കൂറൊക്കെ അതിൽ ചിലവഴിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ നമ്മുടെ ആ ഒരു യൂട്യൂബ് കാര്യങ്ങളൊക്കെ നോക്കാനുള്ള വെറുതെ നോക്കുന്ന ആ ഒരു സമയം നമ്മൾ പരമാവധി കുറയ്ക്കാൻ തന്നെ നമ്മൾ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനി വരുന്നത് വാട്ട് ഈസ് ന്യൂ മീഡിയ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. എന്താണ് ന്യൂ മീഡിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറഞ്ഞു യൂട്യൂബ് അതുപോലെ തന്നെ ഗൂഗിൾ കാര്യങ്ങളെല്ലാം നമ്മുടെ ന്യൂ മീഡിയയിൽ ഉൾപ്പെടുന്നതാണ്. പക്ഷെ അതിന് ഒരു ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റ്സ്, അതുപോലെ തന്നെ ഇലക്ട്രോണിക് കണ്ടന്റ്, ഓൺലൈൻ ന്യൂസ് ഔട്ട്ലെറ്റ്സ്, ബ്ലോഗ്സ്, വ്ളോഗ്സ്, സ്ട്രീമിംഗ് ഓഡിയോ ആൻഡ് വീഡിയോ, online communities, social media, and the use of virtual reality are all examples of new media. This media is dynamic, fast-paced, highly informative, interactive, and can include graphic images as well as moving images. It is a scenario in which charge in the norm of technology. Advanced the new operations and gadgets emerged. Digital computer technology is used to distribute content in new media. Because of its broad and immediate reach, new media has transformed our world into a global village. Using feedback, new media can tailor content to readers' preferences and determining which way the wind is blowing in terms of ideas and issues. അപ്പോൾ നമ്മുടെ ന്യൂ മീഡിയാസ് വളരെ വലിയ രീതിയിലുള്ള വലിയൊരു ലോകം നമ്മുടെ മുമ്പിൽ തുറന്നിടുന്നുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ദുബായ്, ലണ്ടൻ തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട വ്യൂസ് അല്ലെങ്കിൽ പ്ലേസസ് ഒക്കെ നമുക്ക് വിസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഫോൺ വഴി നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതുപോലെ ഒരുപാട് അഡ്വാൻറ്റേജസ് നമുക്ക് വേണമെങ്കിൽ ന്യൂ മീഡിയാസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് ന്യൂ മീഡിയ എന്നുള്ളത്? നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒരുപാട് ഗുണങ്ങളുള്ള ഒരു കാര്യം തന്നെയാണ് ന്യൂ മീഡിയ. അതിൽ ഉൾപ്പെടുന്നത് ബ്ലോഗുകളും അതുപോലെ തന്നെ യൂട്യൂബും ഓൺലൈൻ കമ്മ്യൂണിറ്റീസും സോഷ്യൽ മീഡിയയും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ഓൾഡ് ആൻഡ് ന്യൂ മീഡിയ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഓൾഡ് മീഡിയയും ന്യൂ മീഡിയയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന്. പ്രിന്റ്, ടെലിവിഷൻ ആൻഡ് റേഡിയോ ആർ എക്സാമ്പിൾസ് ഓഫ് ട്രഡീഷണൽ മീഡിയ. അതായത് ഓൾഡ് മീഡിയ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്? ഒന്നെങ്കിൽ പ്രിന്റ്, അതുപോലെ ടെലിവിഷൻ. പ്രിന്റഡ് എന്ന് പറയുന്നത് നമ്മൾ ചില നോട്ടുകളും കാര്യങ്ങളെല്ലാം പ്രിന്റ് ചെയ്ത് ഉപയോഗിക്കാറുണ്ടല്ലോ. അപ്പോൾ പ്രിന്റഡ് മെഷീൻസ്, അത്തരത്തിലുള്ള പ്രിന്റഡ് കോപ്പീസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ടെലിവിഷൻ, റേഡിയോ ഇതൊക്കെ പഴയ ഒരു മീഡിയാസിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ടു റിമെയിൻ competitive, new media is gradually challenging old media. There are some advantages of using new media. The traditional media was not interactive, but the new media is. Mass media users are viewed as mostly positive, whereas new media user can see actively processing information with the unprecedented speed and innovation. It is because of that that is gaining so much traction, and as people see how creative new media producers are turning the world of information into one, and that never cases of surprise that turn throughout the day. New media attempts to outperform print, television, and radio in terms of speed and amount of data churned out a single issue within seconds. New media can produce thousands of pages of information on subject from all over the world. A large amount of data can be stored and archived. It can even a hyperlinked so that consumers can learn more and see the bigger pictures in all of its dimensions. അപ്പോൾ ന്യൂ മീഡിയയും ഓൾഡ് മീഡിയയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡ് മീഡിയ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ടെലിവിഷൻ, അതുപോലെ തന്നെ പ്രിന്റേഴ്സ്, അതുപോലെ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ന്യൂസ് പേപ്പർ, അതുപോലെയുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ വരുന്നത് ഈ ഒരു റേഡിയോയും ടെലിവിഷനും അതുപോലെ തന്നെ പ്രിന്റുകളും ഓൾഡ് മീഡിയയിൽ ഉൾപ്പെടുന്നു. ന്യൂ മീഡിയ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള യൂട്യൂബ്, അതുപോലെ തന്നെ ഇന്റർനെറ്റ് ഉപയോഗിച്ചുള്ള ഗൂഗിൾ കാര്യങ്ങളെല്ലാം ഈ ഒരു ന്യൂ മീഡിയയിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഓൾഡ് മീഡിയ അനുസരിച്ച് ന്യൂ മീഡിയ എന്ന് പറയുന്നത് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആണ്, അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് ആണ്. നമുക്ക് ഒരു ഗൂഗിളിലൊക്കെ നമുക്ക് എന്തെങ്കിലും കുറിച്ച് അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ എഴുതിയിട്ടുള്ള ലേഖനങ്ങളും കാര്യങ്ങളെല്ലാം പടപടയെന്ന് നമുക്ക് താഴേക്ക് വരും അല്ലെ.
പക്ഷെ അതേസമയം നമ്മൾ ടെലിവിഷനിലോ അല്ലെങ്കിൽ റേഡിയോയിലോ അല്ലെങ്കിൽ പുസ്തകമൊക്കെ നോക്കിയിട്ട് ഇതിനെ കുറിച്ച് ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സമയത്ത് അത് കിട്ടണമെന്നില്ല. ടിവിയിലൊക്കെ ഒരു സാധനം ഒരു കാര്യം ഒന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് വരണമെങ്കിൽ ഒരുപാട് നാളുകൾ എടുക്കും, അല്ലെങ്കിൽ പിന്നീട് നമുക്കത് പിന്നെ നോക്കി കാണാനായിട്ട് സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടിവിയിൽ സിനിമ പോലും നമുക്ക് വേണമെങ്കിൽ പിന്നീട് കാണണമെന്ന് വിചാരിച്ചാൽ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് റേഡിയോയിലും ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്ന് കാണിച്ച കാര്യങ്ങൾ നമുക്ക് വേണ്ടത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ ആ ഒരു ടെലിവിഷനിലോ അല്ലെങ്കിൽ റേഡിയോയിലോ ഒന്നും നമുക്ക് കിട്ടത്തില്ല സാധനങ്ങൾ. പക്ഷെ അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രിന്റഡ് നോട്ട്സും കാര്യങ്ങളും ഒക്കെ. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ഒരു അറിവ് കിട്ടണമെങ്കിൽ പ്രിന്റഡ് നോട്ട്സ് ഒരുപാട് റെഫർ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല കാര്യങ്ങൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടുള്ളൂ അല്ലെ. പക്ഷേ നമ്മൾ ഗൂഗിളിലൊക്കെ ഒന്ന് കാര്യങ്ങൾ എന്താണ് നമുക്ക് വേണ്ടത് എന്ന് നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അതിനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഈ ഒരു ന്യൂ മീഡിയാസിന് ഇത്രയും ആളുകൾ കൂടുതൽ ആശ്രയിക്കാനായിട്ടുള്ള പ്രധാന കാരണം. As internet penetration increase around the world, new media is reaching out to millions of new consumers every day with the content that keeps the glued. Today, news reports and media organizations can use social media is ground source information. It can obtain information and videos from areas that are inaccessible to difficult to reach for reports. However, crowd-sourced information must be verified to ensure credibility. Journalists and communicators can now interact with their audience by online media such as chats, Facebook posts, Twitter and Instagram, Google, Hangouts and so on. അപ്പോൾ ഈ ഒരു ന്യൂ മീഡിയയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇൻസ്റ്റഗ്രാമും അതുപോലെ തന്നെ ട്വിറ്റർ, ഗൂഗിൾ, അതുപോലെ ഒരുപാട് ഫേസ്ബുക്ക് കാര്യങ്ങളെല്ലാം നമുക്കൊരു ന്യൂ മീഡിയയിൽ ഉൾപ്പെടുത്തുന്ന കുറച്ച് പ്ലാറ്റ്ഫോമുകളാണ്. അപ്പൊ ഇതെല്ലാം നമ്മളെ വളരെയധികം ഇൻഫോർമേറ്റീവ് ആക്കാനും ആളുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന കുറച്ച് പ്ലാറ്റ്ഫോമുകളാണ്. പക്ഷെ ആധുനികമായിട്ടുള്ള അല്ലെങ്കിൽ പണ്ടേ കാലത്തെ ഈ ഒരു മീഡിയകൾക്കൊന്നും ഇത്തരത്തിലുള്ള ഒരു അഡ്വാൻറ്റേജ് കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിരുന്നില്ല അല്ലെ. പണ്ട് ടെലിവിഷനിലൂടെ നമുക്ക് വേണമെങ്കിൽ അപ്പുറത്തിരിക്കുന്ന അല്ലെങ്കിൽ വിദേശത്തുള്ള ഒരാളുമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ചാറ്റ് ചെയ്യാനൊന്നും സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ന്യൂ മീഡിയാസിന് ഇപ്പോഴും പ്രചാരം കൂടുതലും ഒരുപാട് ആളുകൾ ഈ ഒരു ന്യൂ മീഡിയാസിനെ യൂസ് ചെയ്യുന്നത്. ഇനി how print organizations are learning to adapt എന്നൊരു പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. Initially, print organizations were unsure how to respond to the onslaught of new media. They also launched websites and published their entire newspaper online. It did not work because the readers were not prepared to read it. It also failed to attract advertisers. Then occurred the print organizations that meaning new for the web must be done differently. അപ്പോൾ നമുക്ക് പ്രിന്റിംഗ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ പ്രിന്റിംഗ് മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു, അത് ഓൾഡ് മീഡിയ ആണെന്ന് പറഞ്ഞു അല്ലെ. പക്ഷെ എത്രത്തോളം നമുക്ക് നല്ല രീതിയിൽ ഇന്ന് വായിച്ചെടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് ഒന്നാമത്തെ കാര്യം സമയമില്ല എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തീർക്കാനായിട്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയമുള്ളൂ. അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവർ, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഒപ്പം പഠിക്കുന്നവർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഈ പ്രിന്റഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ കേൾക്കുവാനൊന്നും അതൊന്നും വായിച്ച് മനസ്സിലാക്കാനുള്ള സമയം കിട്ടണമെന്നില്ല. പക്ഷെ ന്യൂ മീഡിയയിൽ നമ്മൾ വേണമെങ്കിൽ നമുക്ക് വാർത്തകൾ വെച്ചുകൊണ്ട് തന്നെ ഫോണൊക്കെ ആകുമ്പോൾ എടുത്തുകൊണ്ട് പോയിട്ട് വാർത്തകൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ കാര്യങ്ങൾ ജോലികളൊക്കെ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് വളരെ എന്താണ് നമുക്ക് അറിയേണ്ടത് അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ അടിച്ചു കൊടുത്തിട്ട് ആ ഒരു കാര്യത്തെക്കുറിച്ച് വിവരങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ നമ്മുടെ ഈ ഒരു പത്രം തേടി പിടിച്ച് വായിക്കുന്നതിനേക്കാൾ വളരെ എഫക്റ്റീവ് ആണ് നമുക്ക് ന്യൂ മീഡിയയിലൂടെ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ആ ടൈം നമുക്ക് അവിടെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതെല്ലാമാണ് നമ്മുടെ ന്യൂ മീഡിയനെ കൂടുതലായിട്ട് ആളുകൾ അട്രാക്ട് ചെയ്യുന്നതിന് കൂടുതൽ കാരണം. ഇനി വാട്ട് ഈസ് ന്യൂ മീഡിയ സ്റ്റോറി ടെല്ലിംഗ്? അപ്പൊ ന്യൂ മീഡിയയുടെ സ്റ്റോറി ടെല്ലിംഗ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ പറഞ്ഞു ഒരുപാട് യൂട്യൂബേഴ്സ് ഒരുപാട് കണ്ടന്റുകൾ ഉണ്ടാക്കുകയും അത് വഴി ഒരുപാട് പണം സമ്പാദിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ ഉണ്ടാക്കുമ്പോൾ അവർ സ്ക്രിപ്റ്റുകൾ വഴിയാണ് അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ കണ്ടന്റുകളെല്ലാം എഴുതുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ചില കോമഡി സ്കിറ്റുകളും കാര്യങ്ങളും അല്ലെങ്കിൽ ചില പരിപാടികളൊക്കെ നമ്മൾ യൂട്യൂബേഴ്സ് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരാറുണ്ട്. ചില മീഡിയാസ് ഉണ്ട് അല്ലെ, പൊന്മുട്ട, അതുപോലെ തന്നെ ഒരുപാട് അങ്ങനെയുള്ള ചില മീഡിയകളുണ്ട്. അപ്പൊ ആ മീഡിയകളിൽ വഴി നമുക്ക് ഒരുപാട് അവയർനെസ് കിട്ടുന്ന ചില സ്റ്റോറീസ് ഒക്കെ ആ ഒരു യൂട്യൂബ് വഴി നമുക്ക് കിട്ടാറുണ്ട്. അപ്പൊ അതെല്ലാം തന്നെ സ്ക്രിപ്റ്റിലൂടെയാണ് അവര്
ആ ഒരു കഥകൾ തയ്യാറാക്കിയും അത് ആളുകളിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗിലൂടെയാണ്. അപ്പൊ അവരുടെ സ്റ്റോറി ടെല്ലിംഗ് രീതികൾ എങ്ങനെയാണെന്ന് നോക്കാം. ഗ്രാൻഡ് പേരൻസ് യൂസ് ടു യൂസ് ഓറൽ സ്റ്റോറി ടെല്ലിംഗ് ടു നറേറ്റ് എക്സ്പീരിയൻസസ് ഇൻഡിക്കേറ്റ്സ് ദ events just a few decades ago. They were told the words by the print media in the visually narrated to television. With the advent of internet, storytelling becomes even more interesting. The new media mobs realized they had large audience all over the world who could access their content whenever they wanted. Not only did the size of the audience grow, but the way stories were now told with just a click on the mouse was also novel. You had pictures and the magic of video as accompanying sound introduced you to a new way of hearing stories. Conventional styles, narratives, and chatty languages were discovered to work especially well on the web. അപ്പോൾ ഈ ഒരു ന്യൂ മീഡിയ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മേഖല തന്നെയാണ്. കാരണം പണ്ട് കാലഘട്ടത്തിലൊക്കെ നമ്മുടെ അച്ഛനപ്പൂപ്പന്മാരൊക്കെ നമ്മൾക്ക് കഥകൾ പറഞ്ഞു തന്നിരുന്നത് അവരുടേതായ ഒരു രീതിയിലായിരുന്നു അല്ലെ. പ്രധാനമായിട്ട് 3 4 കൊച്ചുമക്കളെയൊക്കെ വിളിച്ചിരുത്തിയിട്ടായിരിക്കും അവർ കഥകൾ പറയാം. പക്ഷേ ഇന്ന് കഥകൾ പറയാൻ തന്നെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മീഡിയാസ് രൂപപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കുക്കു FM എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. കുക്കു FM-ല് ഓരോ കഥകൾ, പ്രത്യേകിച്ച് നോവലുകളെല്ലാം വളരെ ആവിഷ്കാര ഭംഗിയോടുകൂടി വളരെ വോയിസ് മോഡുലേഷൻ ഒക്കെ വരുത്തി അവർ നല്ല രീതിയിൽ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പം ഇത്തരത്തിൽ നമുക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ വായിക്കാൻ സമയമില്ലാത്ത ആളുകൾക്ക് വേണമെങ്കിൽ ആ ഒരു കഥയുടെ നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ ഒരു വായിച്ചു പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ ഒരു കഥയുടെ ആ ഇമോഷൻസ് കാര്യങ്ങൾ കിട്ടിയെന്ന് വരില്ല. അപ്പൊ കുക്കു FM പോലുള്ള മീഡിയാസ് ഒക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ വളരെ ആസ്വാദികരമായിട്ട് അവർ ഓരോ കഥകൾ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്ന രീതിയിൽ അവർ വോയിസ് മോഡുലേഷൻ ഒക്കെ വരുത്തി നല്ല രീതിയിൽ പറയും. അപ്പൊ അത് നമുക്ക് കേൾക്കാൻ തന്നെ നല്ല സുഖമായിരിക്കും. നമ്മള് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കാട്ടിൽ നിന്ന് ഒരു കാട്ടുതീ പടർന്നു, മൃഗങ്ങളെല്ലാം പേടിച്ചോടി എന്നൊക്കെ നമ്മൾ വായിക്കുമ്പോൾ വളരെ വോയിസ് മോഡുലേഷനോടെ കാട്ടുതീ പടർന്നത് എല്ലാവരും കണ്ടു, ആ കാഴ്ചയിൽ അവരെ വളരെ ആകസ്മികമായിരുന്നു, ആ രീതിയിലെല്ലാം വളരെ വോയിസ് മോഡുലേഷൻ ഒക്കെ വരുത്തി നമ്മൾ പറയുമ്പോൾ നല്ല രീതിയിൽ ആളുകളെ പിടിച്ചിരുത്താനായിട്ട് സാധിക്കും. അതുപോലെ ഈ കുക്കു FM ഒക്കെ കേൾക്കാനായിട്ട് ഒരുപാട് ആളുകൾ, ലോകത്തെമ്പാടുമുള്ള ആളുകൾ കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ പറയുന്നത് ഈ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് ന്യൂ മീഡിയയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആളുകൾ കേൾക്കുന്നതാണ്. ആ കേൾക്കുന്ന ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ അവർ വളരെ ക്വാളിറ്റിയിലൊക്കെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ നല്ല രീതിയിൽ അത് നമ്മുടെ കാണികൾക്ക് മുമ്പിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് അവർ ശ്രമിക്കും. അപ്പൊ ഇതെല്ലാം ആ ഒരു സ്റ്റോറി ടെല്ലിങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് മീഡിയ എന്ന് പറയുന്നത്. സ്റ്റോറി ടെല്ലിങ്ങിന്റെ ഭാഗത്ത് എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് വികസനം സംഭവിച്ചിട്ടുണ്ട്. വോയിസ് മോഡുലേഷനും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള സ്വീറ്റ് ആയിട്ടുള്ള വോയിസസ് ഒക്കെ അവർ നോവൽസ് ഒക്കെ ഇലാബറേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇനി ഹൗ ന്യൂ മീഡിയ ഹാസ് ഓപ്പൺഡ് വിൻഡോസ് ഓഫ് ഓപ്പർച്യൂണിറ്റി. എങ്ങനെയാണ് ന്യൂ മീഡിയ വളരെ വലിയ രീതിയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് നൽകുന്നത് എന്നുള്ള കാര്യം കൂടെ ഒന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഒരുപാട് എമൗണ്ട് ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളായിരിക്കും മിക്കപ്പോഴും യൂട്യൂബേഴ്സ്. അപ്പൊ അവർക്ക് ഇത്തരത്തിലുള്ള ഒരു എമൗണ്ട് ഉണ്ടാക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നത് ഈ ഒരു മീഡിയ ഉള്ളത് കൊണ്ടാണ് അല്ലെ. നമുക്കൊരു പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ടാണ് അവരുടെ കഴിവുകൾ ലോകമെമ്പാടുമുള്ള ആളുകൾ കാണുകയും അവർക്ക് അതിൽ നിന്ന് ഒരു വരുമാനം കിട്ടാൻ തുടങ്ങുകയും ഒക്കെ ചെയ്തത്. അപ്പം ഈ ഒരു മീഡിയ എന്ന് പറയുന്നത് ശരിക്കും പറയുന്ന ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി ആളുകൾക്ക് കൊടുക്കുക ചെയ്യാം. കാരണം പണമില്ലാത്ത അവരുടെ കഴിവുകൾ വികസിപ്പിക്കാനോ അത് പ്രകടിപ്പിക്കാനോ ഒരു നല്ല ഒരു പ്ലാറ്റ്ഫോം ഇല്ലാത്ത ഒരുപാട് വ്യക്തികളെ ഈ ഒരു പുതിയ സോഷ്യൽ മീഡിയകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഔട്ട്കം അവർക്ക് കൊടുക്കാറുണ്ട്. യൂട്യൂബും അതുപോലെ തന്നെ ഗൂഗിളും ഒക്കെ ഇതിന് ഉദാഹരണമാണ്. Previously, you had to approach editors to get anything published in the newspaper or magazine. May tried to failed because there were limited space and versus competition. Even among professionals, however, with the advent of online media, anyone could write whether they wanted to publish it on social media, blog or websites. Even author can now become a publisher. A lot of good sensitive content that the mainstream media was ignoring or refusing to touch was now making waves on the internet. It provided many opportunities for those who wished to communicate or say something. It could be a piece on audio clip or a short film or a documentary. Even everything could be easily uploaded to online media. Again, just a few decades ago, this was unthinkable. അപ്പോൾ
ഈ ഒരു എങ്ങനെയാണ് ന്യൂ മീഡിയ നമുക്കൊരു പുതിയ ഓപ്പർച്യൂണിറ്റി കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ചാനൽസേ ഉള്ളൂ അല്ലെ. ടിവിയിലാണെങ്കിലും അതുപോലെ റേഡിയോയിലാണെങ്കിലും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റേഡിയോ സ്റ്റേഷൻസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു കഴിവ് വികസിപ്പിക്കാൻ അല്ലെങ്കിൽ കഴിവ് നമുക്ക് കാണിക്കണമെങ്കിൽ ഒരുപാട് ആളുകളുടെ പെർമിഷനും അല്ലെങ്കിൽ അത്രയും വളരെ കോമ്പറ്റീഷൻ നമുക്ക് നേരിടേണ്ടി വരും. ഒരു മിനിമം കഴിവുള്ള ആളുകളാണ് നമ്മളെങ്കിൽ നമുക്ക് ആ ഒരു കഴിവ് വളർത്താനോ ആ ഒരു കഴിവ് മറ്റുള്ളവരിലേക്ക് കാണിക്കാനോ നമുക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. നമ്മളെക്കാൾ കൂടുതൽ കഴിവുള്ളവർക്ക് അവിടെ സ്ഥാനം ലഭിക്കുകയും വളരെ ലിമിറ്റഡ് ആയ ആളുകൾക്ക് മാത്രമേ അവിടെ അങ്ങനെ ഒരു അവസരം കിട്ടുള്ളൂ. പക്ഷേ ന്യൂ മീഡിയാസ് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു ഫോണും നെറ്റും ഒക്കെ ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ആശയങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് പകർന്നു കൊടുക്കാനും അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർക്കത് ഫോളോ ചെയ്ത് നമ്മുടെ കൂടുതൽ ഡീറ്റെയിൽസും അതുപോലെ തന്നെ നമ്മുടെ ചിന്താഗതികളൊക്കെ അവർക്ക് മനസ്സിലാകാനും നമ്മുടെ കഴിവുകളൊക്കെ അവർക്ക് കാണാനായിട്ടൊക്കെ സാധിക്കും. അപ്പൊ ആ രീതിയിൽ പറയുകയാണെങ്കിൽ ഈ ഒരു ന്യൂ മീഡിയ എന്ന് പറയുന്ന വലിയ രീതിയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഡിജിറ്റൽ ജേർണലിസം അതും വളരെയധികം ഇന്നത്തെ കാലത്ത് വളരെയധികം മികച്ചു നിൽക്കുന്ന ഒന്ന് തന്നെയാണ്. കാരണം നമുക്ക് ചിലപ്പോൾ ന്യൂസ് റീഡർ ആവാനൊക്കെ ആഗ്രഹമുള്ള ആളുകൾക്ക് ചിലപ്പോൾ വലിയ രീതിയിലുള്ള പഠനങ്ങൾ അതിന് വേണ്ടിയിട്ട് നടത്തേണ്ടതായിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് റിപ്പോർട്ടേഴ്സിന്റെ ഒക്കെ എണ്ണം വളരെ കുറവാണ് അല്ലെ ഓരോ ചാനലുകൾക്കും. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഡിജിറ്റൽ ജേർണലിസം നമുക്ക് ചെയ്യാം. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. വൺ ഓഫ് ദ ഫസ്റ്റ് സർപ്രൈസ് വിത്ത് ദ എമർജൻസ് ഓഫ് ഓൺലൈൻ മീഡിയ was the emergence of digital journalism, and the web journalist websites began to experiment with the new and features, and they began to compete. Web journalists matured in their writing and content presentations over time. They worked tirelessly on their stories and compete with the print to compete with the visual media. They also created videos of the same. If had the best of both worlds in the same ways. Several news websites supported up, seeing an excellent opportunity to leap into the future. It has attracted a large leadership of young people who are glued in the internet for any information they required over the years. While it created to an audience that wanted short, well-written stories, it also audience that created long-term journalism with the news and the features websites running lengthy in-depth articles and were well required and could not be found in traditional media. അപ്പൊ ട്രഡീഷണൽ മീഡിയയിൽ നമ്മള് ആണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു പ്ലാനിങ്ങും അതുപോലെ തന്നെ ഒരു പഠനവും നമ്മുടെ ചാനലുകളിലൊക്കെ റൈറ്റർമാർ അല്ലെങ്കിൽ ജേർണലിസ്റ്റുകൾ ആകാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷെ ഈ സെയിം പ്രോസസ്സ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഓൺ ആയിട്ടുള്ള മീഡിയ ജേർണലിസ്റ്റുകൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അവർക്ക് താല്പര്യമുള്ള സബ്ജക്റ്റുകളിൽ അവർക്ക് വേണമെങ്കിൽ വാർത്തകൾ ഉണ്ടാക്കാനും അത് മറ്റുള്ള തങ്ങളുടെ വായനക്കാരിലേക്ക് എത്തിക്കാനൊക്കെ അവർക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് ആളുകളിലേക്ക് ഇത് പ്രൊവൈഡ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ യൂട്യൂബിൽ ഉണ്ടെന്നുള്ളത് വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഡിഫറൻസ് ഫ്രം പ്രിന്റ് ആൻഡ് ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് റൈറ്റിംഗ് ഫോർ ദ വെബ് മസ്റ്റ് ബി ഡിസ്ട്രിക്ട് ആൻഡ് ഫോർ റൈറ്റർ ആൻഡ് പ്രിന്റർ ഓഫ് ടെലിവിഷൻ. It must be tiny written, and web readers preferred short sentences and paragraphs. Web readers are impatient, so gained right to the point is critical as to ensure that you content says something new. About difference in print and broadcast എന്ന് പറയുന്നത് ബ്രോഡ്കാസ്റ്റിൽ നമ്മൾ ആളുകൾ കുറച്ചുകൂടെ ഇംപേഷ്യന്റ് ആയിരിക്കും. അവർക്ക് കുറച്ചുകൂടെ ഷോർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനായിരിക്കും താല്പര്യം, അല്ലെങ്കിൽ പെട്ടെന്ന് അവർക്ക് കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും അവർക്ക് ഇഷ്ടം. പക്ഷെ പ്രിന്റിങ്ങിൽ നമുക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ നല്ല രീതിയിൽ ഇലാബറേറ്റ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. വളരെ വലിയ രീതിയിലുള്ള ആശയങ്ങളും അതുപോലെ തന്നെ ചിന്താഗതികളും ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് പ്രിന്റഡ് മെത്തേഡ്സിന് സാധിക്കും. ഇനി ഗൈഡ് ലൈൻസ് ഫോർ റൈറ്റിംഗ് ഫോർ ഓൺലൈൻ മീഡിയ. എന്തൊക്കെ ഗൈഡ് ലൈൻസ് ആണ് നമുക്ക് ഒരു ഓൺലൈൻ മീഡിയയിൽ നമ്മൾ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ ആശയങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് പറയുന്നത് റിസർച്ച് നമ്മൾ നടത്തണം. നമ്മൾ എന്ത് പറയുന്നതിന് അതിനെക്കുറിച്ച് റിസർച്ച് നമ്മൾ നടത്തി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്കൊരു റൈറ്റിംഗ് നമുക്ക് ആ ഒരു ന്യൂ മീഡിയയിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഫോക്കസ് ആൻഡ് സ്ട്രക്ചർ ആണ്. നമ്മളൊരു സ്ട്രക്ചർ ഉണ്ടാക്കണം നമ്മൾ പറഞ്ഞു അല്ലെ. നമ്മൾ ആ ഒരു TV ആഡ്സിന്റെ കാര്യത്തിലൊക്കെ ഒരു സ്ട്രക്ചർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെയാണ് നമ്മുടെ മീഡിയാസിന്റെ കാര്യത്തിലാണെങ്കിൽ ന്യൂ മീഡിയാസിലാണെങ്കിൽ പോലും നമ്മൾ എഴുതുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു സ്ട്രക്ചർ കൊടുക്കണം.
It is critical that the piece you are writing and the clear focus and does not veer off course. Before the begin writing, consider that the piece focus will be what is the purpose of your write, what do you want readers to understand, what do they already know, so you don't have to dwell on it too much. It can help to tell your story to someone else, and while doing so, you can figure out what a best focus of the piece will be. When you have a large amount of information, you have become confused about how to write it down. അപ്പോൾ ഒരു സ്ട്രക്ചർ കൊടുക്കേണ്ട പ്രധാനത്തെക്കുറിച്ചാണ് പറയുന്നത്. നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാത്ത രീതിയിൽ ഇപ്പൊ നമ്മൾ ഒരുപാട് കാര്യത്തെക്കുറിച്ച് റിസർച്ച് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ആദ്യം എന്താണ് എഴുതേണ്ടത്, അതിനുശേഷം ഒരു ക്രമത്തിൽ നമ്മൾ എഴുതേണ്ടതിനെ കുറിച്ച് നമുക്കൊരു അവബോധം ഉണ്ടാവും അല്ലെ. എങ്കിൽ ഒരു ക്രമത്തിൽ നമ്മൾ കാര്യങ്ങളെ കുറിച്ച് എഴുതിയാൽ മാത്രമേ വായിക്കുന്ന ആളുകൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാതെ അവിടെ എവിടെയും തൊടാതെ കുറെ കാര്യങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വായനക്കാരൻ അത് മടുപ്പുണ്ടാക്കും. അതുകൊണ്ട് ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കാം. ഇപ്പൊ ഈവൻ കത്തിലാണെങ്കിൽ പോലും നമ്മളൊരു സ്ട്രക്ചർ എടുക്കാറുണ്ട് അല്ലെ. ആദ്യം എഴുതുന്ന ആളുടെ വിലാസവും കാര്യങ്ങളും, അത് കൊടുക്കേണ്ട ആളുടെ വിലാസവും കാര്യങ്ങളും നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഹലോ എന്തുണ്ട് വിശേഷം എന്നൊക്കെ തുടങ്ങി നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് ആ ഒരു രീതിയിലാണ് അല്ലെ. പാരഗ്രാഫ് വൈസ് ഒക്കെ തിരിച്ച് ഓരോ പാരഗ്രാഫിന്റെ ഇടയ്ക്ക് വിട്ട് അങ്ങനെയുള്ള രീതിയിലാണ് സെന്റൻസസ് ഒക്കെ ആയിട്ടാണ് നമ്മൾ എഴുതുക. അപ്പൊ സ്ട്രക്ചർ വൈസ് നമ്മൾ ഒരു ഫോക്കസ് കൊടുക്കുന്നത് നമ്മുടെ റൈറ്റിംഗ്സ് കൂടുതൽ മികച്ചതാകാനായിട്ട് സാധിക്കുമെന്നാണ് പറയാം. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലിങ്ക്സ് ആൻഡ് ഇന്ററാക്റ്റീവ് ഓപ്ഷൻസ് ആണ്. നമുക്കൊരു ഇന്ററാക്റ്റീവ് ഓപ്ഷൻസ് നമ്മളൊരു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് പറയുന്നുണ്ട്. Contact with your story and others in the same genre. Readers may wish to return the fourth. If you provide links in similar stories, it allows them to gain a broader perspective. It can be extremely useful to journalists and researchers because it allows them to compare the perspectives of different articles on the same subject. Some linkers would take the readers to the story's background or their specific significant event. Internal and external links can be included in your piece of assist the reader is their exploration. അപ്പോൾ പ്രത്യേകിച്ചുള്ള ഈ ലിങ്കുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ നല്ലതാണെന്നാണ് പറയാ. നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള റൈറ്റിംഗ്സും കാര്യങ്ങളും കൂടുതൽ മികച്ചതാകാനായിട്ട് അത് സഹായിക്കും. അപ്പം ചില യൂട്യൂബ് ചാനലുകളൊക്കെ കാണുമ്പോൾ നമ്മൾ അതിന്റെ ലിങ്കുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ലിങ്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് താഴെ വന്ന് കിടക്കുന്നത് കാണാറുണ്ട് അല്ലെ. നമ്മളൊരു തയ്യൽ മെഷീൻ അല്ലെങ്കിൽ തയ്യൽ മെഷീൻ വാങ്ങിക്കുന്നതിനെ കുറിച്ച് നമ്മളൊരു സെർച്ച് ചെയ്യുവാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ താഴെ വന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട ചില വീഡിയോസും കാര്യങ്ങളൊക്കെ താഴെ വന്ന് കിടക്കും. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ആളുകളുമായിട്ട് ഇന്ററാക്ഷൻ ചെയ്യാനുള്ള മെത്തേഡ്സും കാര്യങ്ങളെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അത് നല്ല ആളുകളെ, വായനക്കാരെ അല്ലെങ്കിൽ കാണികളെ കൂടുതൽ ഉത്തേജിപ്പിക്കും എന്നാണ് പറയാം. ഇനി ഹെഡ്ലൈൻസ് ആൻഡ് കീവേഡ്സ്. നമ്മൾ നല്ല രീതിയിലുള്ള ഒരു ഹെഡ്ലൈൻസ് കൊടുക്കുന്നത് കൂടുതൽ മികച്ച രീതിയിൽ നമ്മുടെ കഥകൾ ആളുകൾ വായിക്കുന്നതിന് കൂടുതൽ കാരണമാകും. ഇപ്പൊ നമ്മൾ പല ഗൂഗിളിലാണെങ്കിൽ ഒരു ഓരോ ഹെഡിങ്സ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കത് വായിക്കാൻ തോന്നും അല്ലെ. ഇപ്പോൾ പരീക്ഷയിൽ ഉയർന്ന മാർക്ക് വാങ്ങിയ മകനോട് അച്ഛൻ ചെയ്തത് കണ്ടു എന്നൊക്കെ തുടങ്ങി ഒരുപാട് ഹെഡ്ലൈൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ ഗൂഗിളിലൊക്കെ. അപ്പൊ അത്തരത്തിലുള്ള ഹെഡ്ലൈൻസ് ഒക്കെ നമ്മൾ എന്താണ് വളരെ ഒരു എന്താണ് ചെയ്തതെന്നുള്ളൊരു ഒരു ആകാംക്ഷ ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ചില അതൊക്കെ ചിലപ്പോൾ ചെറിയ രീതിയിൽ ഉണ്ടാക്കിയിടുകയാണ് ആളുകളെ കൂടുതൽ ആകർഷിക്കാനായിട്ട്. പക്ഷേ നല്ല രീതിയിലുള്ള ഹെഡ്ലൈൻസും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതാണെന്ന് പറയാം. അപ്പൊ നമ്മൾ ഈ ഒരു ന്യൂ മീഡിയാസിൽ ഹെഡ്ലൈൻസ് ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള ഹെഡ്ലൈൻസ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ കൂടുതൽ വായനക്കാരെ കിട്ടാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ പങ്ക്ച്വേഷൻ ആൻഡ് സ്പെൽ ചെക്ക്, അതുപോലെ നല്ല രീതിയിൽ വ്ളോഗിംഗ് ഒക്കെ നടത്തി കഴിയുമ്പോൾ സ്പെല്ലിങ്ങും അതുപോലെ തന്നെ ഗ്രാമറും ഒക്കെ കൃത്യമായിട്ടാണ് നമ്മൾ കൊടുത്തതെന്ന് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം നമുക്ക് വായിക്കുന്ന ആൾക്ക് അത് കൃത്യമായിട്ട് ആ ഒരു വായന നല്ല സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകുന്നതിന് ഈ ഒരു സ്പെല്ലിങ്ങും അതുപോലെ ഗ്രാമറും ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് കൂടുതൽ ഹെൽപ്ഫുൾ ആവും. അപ്പൊ നമുക്ക് എന്തായാലും ചിലപ്പോൾ തെറ്റുകളൊക്കെ പറ്റാം. അപ്പൊ ആ തെറ്റുകൾ എന്നൊക്കെ ഒന്നുകൂടി ഒന്ന് റീചെക്ക് ചെയ്യുവാണെങ്കിൽ അത് വളരെ മനോഹരമായിട്ട് നമുക്ക് ആളുകളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കാണികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ വിഷ്വൽ എൻഹാൻസ്മെന്റും റീറൈറ്റിംഗ് ആൻഡ് എഡിറ്റിംഗും ഒക്കെ നമ്മളുടെ ഈ ഒരു ന്യൂ മീഡിയയിലുള്ള ഒരു റൈറ്റിംഗ്സിൽ നമ്മൾ ഉൾപ്പെടുത്തണം. കാരണം എന്ത് കാര്യമാണെങ്കിലും ആദ്യം എഴുതുമ്പോൾ ചിലപ്പോൾ നല്ല രീതിയിൽ ശരിയാവണമെന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും.
ചിലപ്പോൾ നമ്മൾ ഒരേ വേർഡ് തന്നെ 2 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഒന്നുകൂടെ ഒന്ന് വായിച്ച് നോക്കിയതിന് ശേഷം അതൊന്ന് മനസ്സിൽ കണ്ടതിന് ശേഷം അതിൽ എന്തെങ്കിലും തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ അത് മാറ്റി എഴുതാനായിട്ട് നമ്മൾ വില്ലിങ് ആവണം. അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് എഡിറ്റ് ചെയ്ത് അത് നല്ല സൂപ്പറാക്കി നമ്മൾ നല്ല രീതിയിൽ കാണികളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ആളുകൾ കൂടുതൽ അത് അട്രാക്ട് ചെയ്യുകയും അത് ആളുകൾ കൂടുതലായിട്ട് കാണാനായിട്ട് അവർ പരിശ്രമിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൽ നിന്ന് ചോദിച്ചു കണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയ, ന്യൂ മീഡിയ എന്താണെന്നുള്ളതും ഓൾഡ് മീഡിയ നമ്മൾ പറഞ്ഞു. ഓൾഡ് മീഡിയ എന്ന് പറയുന്നത് TV, അതുപോലെ തന്നെ നമ്മുടെ റേഡിയോയും പ്രിന്റിംഗ് മെഷീൻസും കാര്യങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞു. അതുപോലെ ന്യൂ മീഡിയയിൽ ഉൾപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഈ ഒരു പ്രധാനപ്പെട്ടായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഇന്റർനെറ്റും അതുപോലെ തന്നെ യൂട്യൂബും അതുപോലെ ഗൂഗിളും ഒക്കെയാണെന്ന് പറഞ്ഞു. അപ്പൊ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് സിസ്റ്റംസ് ആൻഡ് ന്യൂ മീഡിയ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ ഒന്ന് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിന് നല്ല രീതിയിൽ ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇത് ഇത്രയും പഠിപ്പിച്ചതിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ എന്നാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.